ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. ഹരേ കൃഷ്ണ. നമ്മുടെ നരസിംഹ ജയന്തി നമ്മൾ ചൊവ്വാഴ്ച ആഘോഷിച്ചു. എല്ലാവരും ആഘോഷിച്ചോ? എങ്ങനെ ആഘോഷിച്ചേ? വൈകുന്നേരം വരെ ഉപവാസം, അതിനുശേഷം പാനക നിവേദനം ചെയ്തു. ചില ആൾക്കാര് ഏകാദശി പ്രസാദന കഴിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാര് ഗ്രെയിൻസ് കഴിച്ചിട്ടുണ്ടാവും. സാധാരണ ഇസ്കോണില് 3 ഫെസ്റ്റിവൽസ് പറയുന്നുണ്ട്: ജന്മാഷ്ടമി, ഗൗർ പൂർണിമ, നരസിംഹ ജയന്തി. ഈ 3ഉം ഏകാദശി പ്രസാദം തന്നെ ചെയ്യാറ്. ചിലർക്ക് ചിലപ്പോൾ പക്ഷേ വേരിയേഷൻ കണ്ടുവരും. എനിവേ അത്ര തന്നെ പ്രാധാന്യമില്ല. ചില ഗൗഡിയ എന്തിനാണെങ്കിൽ ഗൗഡിയ നമ്മുടെ സഭകള് അവര് എല്ലാ വൈഷ്ണവ ഫെസ്റ്റിവൽസും ഏകാദശി പ്രസാദനയായിരിക്കും. പക്ഷെ ശില പ്രഭാത് ഈ 3 പറഞ്ഞേക്കണേ, അതനുസരിച്ച് നമ്മൾ ഈ 3 ഫോളോ ചെയ്യുന്നു. യു അണ്ടർസ്റ്റാൻഡ് മലയാളം? ലിറ്റിൽ? ഓക്കെ, ഫൈൻ. ട്രൈ ടു മിക്സ് ഇറ്റ് അപ്പ്. താങ്ക് യു മാതാജി. സോ അപ്പൊ ചൊവ്വാഴ്ച കഴിഞ്ഞു. ഇന്ന് നമ്മള് ഗ്ലോറിഫിക്കേഷൻ ഇന്നേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പൊ നരസിംഹ ജയന്തി ഗ്ലോറിഫിക്കേഷൻ ആണ്. അപ്പൊ ഒരുമാതിരി എല്ലാവർക്കും അറിയാം, ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെയും ഭഗവാനും തമ്മിലുള്ള ആ റെസിപ്രിക്കേഷൻ ബന്ധമാണ്. റെസിപ്രിക്കേഷൻ ഈ ശ്രീമദ് ഭാഗവതം ഓൾ അബൌട്ട്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ഭഗവാനെ സറണ്ടർ ചെയ്യുന്ന, ശരണമടയുന്ന ആ പോയിന്റ് വരെയാണ് ഭഗവത്ഗീത. ശരണമടഞ്ഞ ശേഷം ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ആ റെസിപ്രിക്കേഷൻ, അതാണ് ശ്രീമദ് ഭാഗവതം. ഇത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതിലൂടെ. ഇതാണ് പ്രഹ്ലാദ് മഹാരാജാവും നരസിംഹദേവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് വർണ്ണിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ നമുക്കെല്ലാം അറിയാം എങ്ങനെയാണ് തുടക്കം എന്നുള്ളത്. ജയവിജയന്മാർക്ക് ശാപം കിട്ടിയതിനു ശേഷം അവരാദ്യമായിട്ട് 3 ജന്മം അസുരന്മാരായിട്ട് ജനിച്ച് ഭഗവാന്റെ കൈകൊണ്ട് മരണമടഞ്ഞ് തിരിച്ച് ഗോലോക അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു വരം കിട്ടിയതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആദ്യം ഹിരണ്യകശിപ്പുവും ഹിരണ്യാക്ഷനും. ഇതിൽ ആരാണ് മൂത്ത? ഹിരണ്യാക്ഷനാണോ ഹിരണ്യകശിപ്പാണോ? ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ കൈവക്കുക. ഹിരണ്യാക്ഷനാണ് അല്ലെ? പക്ഷേ ശരിക്കും ഹിരണ്യകശിപ്പുമാണ് മൂത്ത ആള്. കാരണം എന്തെന്നാൽ നമ്മള് ആദ്യം പുറത്തു വന്നത് ഹിരണ്യാക്ഷനാണ്. പക്ഷേ പിണ്ഡശാസ്ത്രപ്രകാരം ആദ്യം എംബ്രിയോ ഫോം ചെയ്യുമ്പോ ട്വിൻസ് ആണെങ്കിൽ, ഇതിൽ രണ്ടുപേർക്ക് ട്വിൻസ് ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ 2 ട്വിൻസ് ഉണ്ട്. ആരാ മൂത്ത ആൾ ഇതില്? അറിയില്ല. ആണോ? മറ്റേ വേറെ 2 ട്വിൻസ് ആണെങ്കിൽ കുട്ടികളുണ്ടല്ലേ? ഇതിലാരും മൂത്ത ആള്? റൈറ്റ് സൈഡിലുള്ള ആളല്ലേ? ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ പിണ്ഡശാസ്ത്രം പണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എംബ്രിയോ ചെയ്ത രണ്ടാമത്തെ എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അടിയിലേക്ക് പോകും.
അടിയിലേക്ക് പോയ എംബ്രിയോ ആണ് ആദ്യം പുറത്തേക്ക് വരിക. ഡെലിവറി ടൈമിൽ ആദ്യം പുറത്തു വരുന്ന സെക്കൻഡ് ടൈം ഫോം ചെയ്ത എംബ്രിയോ ഇതാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് ആക്ച്വലി രണ്ടാമത് വരുന്ന സാധനം രണ്ടാമത് ഫോം ചെയ്താണ്, മൂത്ത ആള് രണ്ടാമതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹിരണ്യാക്ഷനെ എപ്പോഴും അനിയനായിട്ടാണ് ഹിരണ്യകശിപു കണക്കാക്കിയത്. എപ്പോഴും നോക്കി ഹിരണ്യകശിപ്പിനെ എന്റെ ഭൃത്യൻ അല്ലെ എന്റെ അനുജൻ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ എന്നാണ് ഹിരണ്യകശിപു എപ്പോഴും അഭിസംബോധന ചെയ്യുക. അപ്പോ ആരുടെ അമ്മയെ ആരെയും അമ്മ ദിതി അല്ലെ? ദിതിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതിരി പിറന്ന കുറെ ദേവന്മാരുണ്ട്, കുറെ ഉഗ്രപ്രതാപശാലികളാണ്. അതേപോലെ ഉഗ്രപ്രതാപിയായ ഒരു മക്കൾ തനിക്ക് വേണം എന്ന് ദിതി ആഗ്രഹിച്ചു. She desired for very powerful children. But then ഹിരണ്യകശിപു അദ്ദേഹത്തിന്റെ അച്ഛനാരാ? കശ്യപമുനി അല്ലെ? കശ്യപമുനിക്ക് ആ സമയത്ത് വ്രതമായിരുന്നു. He was not indulging in sex. അപ്പോ to entice him ഇവരെന്താ ചെയ്ത ദിതി എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സമയത്ത് വളരെയധികം എൻറ്റൈസ് ചെയ്യും. സന്ധ്യാസമയത്താണ് കശ്യപനെ ഭയങ്കര അട്രാക്ട് ചെയ്യുക. അപ്പോ കശ്യപമുനി അവസാനം സമ്മതിക്കും. അങ്ങനെ അവര് സംഭവത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോ ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്, വെൻ കപ്പിൾ എൻഗേജ് ഇൻ സെക്ഷുവൽ എനാക്ട്മെന്റ് ഡ്യൂറിംഗ് സന്ധ്യ സമയത്ത് നൈസർഗിക രതി വന്നിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ ഒരിക്കലും ഇതില് എൻഗേജ് ചെയ്യരുത് പറയണം. കാരണം ഈ ഈവനിങ് സമയത്ത് ബിറ്റ്വീൻ 6 and 7 o'clock 7:30 ശിവൻ ഭൂതഗണങ്ങളായിട്ട് പുറത്തു വരും. അപ്പൊ ദാറ്റ്സ് എ വെരി ഇൻഔസ്പീഷ്യസ് ടൈമാണ് ഈ സമയത്ത്. പക്ഷേ ദിതിയുടെ ഭയങ്കര ആഗ്രഹം കാരണം കശ്യപമുനി വഴങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായ കുട്ടികളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും. അപ്പൊ നമ്മളിതെല്ലാം പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം ഈ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അതെല്ലാം. അപ്പോ അങ്ങനെ അസുര വിത്തുക്കളായിട്ട് ഹിരണ്യകശിപ്പും ഹിരണ്യാക്ഷനും പുറത്തേക്ക് വരികയാണ്. ഹിരണ്യകശനാണ് ആദ്യം ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മുടെ എല്ലിന് മൂപ്പ് കൂടാൻ പറയില്ലേ, ഈ വാണ്ടഡ് ടു ചലഞ്ച് എവ്രിബഡി. സകല ആൾക്കാരെ ഹി വാസ് സോ സ്ട്രോങ്. ആകാശം വരെ മുട്ടുന്ന ഹൈറ്റ് ആണ് അദ്ദേഹത്തിന്. അപ്പൊ എല്ലാവരെയും ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. വരണനെ പോയി ചലഞ്ച്. അപ്പൊ വരൻ പറഞ്ഞു, അനിയ മകനെ, എനിക്ക് വയസ്സായി, നിനക്ക് പക്ഷേ ചലഞ്ചിന് യോഗ്യനായ ഒരാൾ വരുന്നുണ്ട്, അതുവരെ നീ കാത്തിരുന്നാൽ മതി പറഞ്ഞു. കുറച്ചു കാലം കാത്തുക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും യോഗ്യനായ ഒരാൾ വന്നു. ആരാണത്? വരാഹദേവൻ, വരാഹമൂർത്തി വന്നു. ഹിരണ്യാക്ഷന്റെ എന്താ പറയാ എല്ലിന് മൂപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഫൈറ്റ് ചെയ്യാനുള്ള ആഗ്രഹം അവസാനിപ്പിച്ചു കൊടുത്തു. വളരെ സുന്ദരമായിട്ട് അവസാനിപ്പിച്ചു കൊടുത്തു. ഹിരണ്യാക്ഷൻ ഇല്ലാണ്ട്. ഇത് വിവരം കിട്ടിയപ്പോ ഹിരണ്യകശിപു ഭയങ്കര ദേഷ്യം വരികയാണ്. ഹി വാസ് വെരി ആംഗ്രി. എന്റെ ഏറ്റവും വലിയ ചേട്ടനായത് വിഷ്ണു മർദ്ദിച്ചു, വിഷ്ണു കൊന്ന ശേഷം ആകെ കൂടി അതിന്റെ ഒറ്റ വിചാരം എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ഇല്ലാതാക്കണം. ദാറ്റ്സ് എ ഡെമോണിയാക് മെന്റാലിറ്റി. വിഷ്ണുവിനെ ഇല്ലാതാക്കണം, ഭഗവാനെ ഇല്ലാതാക്കണം. അപ്പൊ ഇവിടെ പല ആൾക്കാരും ഭഗവാനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഭഗവാൻ ഇല്ല, ഞാൻ തന്നെയാണ് ഭഗവാൻ. ഹിരണ്യകശിപു പറയുന്നതാണ് ഹിരണ്യകശിപ്പായ നമ, ഓം നമോ നാരായണ നമ. തെറ്റാണ്. ഹിരണ്യകശിപ്പായ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്ന കുറെ മായവാദികൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ദൈവമില്ല, ഞാൻ തന്നെയാണ് ദൈവം, നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോ ഹിരണ്യകശിപ്പുവിന്റെ വർഗത്തിൽ അല്ലെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ പറയുന്ന പണ്ഡിതന്മാരെല്ലാം. അപ്പോ ഹിരണ്യകശിപ്പുവിന് വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഗംഭീരമായ ഘോരമായ തപസ് ചെയ്യണം. തപസ്സിന്റെ അറ്റത്തിപ്പോ എല്ലാം യൂണിവേഴ്സെല്ലാം അങ്ങനെ വിറച്ച് ബാഗെ കൂടി തകിട്ട് പൊട്ടി അത്രയും ഉഗ്ര തപസ്സാണ്. അദ്ദേഹത്തിന്റെ ശരീരം ഇല്ലാണ്ട് പുഴുക്കെല്ലാം വന്നിട്ട് ശരീരം ഒന്നുമില്ല, വെറും എല്ലും കൂടി മാത്രമായി. അവസാനം ദേവന്മാരെല്ലാം കൂടി ബ്രഹ്മാവിന്റെ അടുത്ത് പറയാണ്, ഇത് അങ്ങയുടെ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തപസ്സാണ്, അപ്പൊ അങ്ങ് തന്നെ വന്നിട്ട് ഇതിന് നിവാരണം ചെയ്യണം എന്ന് പറയുമ്പോ ബ്രഹ്മദേവൻ വരികയാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, മകനെ, നിന്റെ തപസ്സിൽ ജിതോഹം എന്ന് പറയുന്നത്, ജിതോഹം, ഐ ഹാവ് ബീൻ കോൺക്വേർഡ് ബൈ യു, ഐ ഹാവ് ബീൻ കോൺക്വേർഡ് ബൈ യു. അങ്ങനെ നിന്റെ ഉഗ്രമായ തപസ് ഭയങ്കരമായ വലിയ മഹർഷിമാർ പോലും ഋഷിമാർക്കും പോലും ചെയ്യാൻ പറ്റാത്തവരിൽ തപസ്സാണ് നീ അനുഷ്ഠിച്ചില്ല. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാം എന്ന് പറയുമ്പോ ആഗ്രഹങ്ങളെയും പറയും. എന്താണ്? അമാനുഷ്യനാകണം, മരണം പാടില്ല എന്ന് പറയുമ്പോ ബ്രഹ്മാവിന് അത് ബുദ്ധിമുട്ടാണ്, വളരെ വിഷമമുള്ള കാര്യമാണ്, നമുക്ക് തന്നെയുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇല്ലാത്ത കാര്യം എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആവശ്യപ്പെടുമ്പോ പറയും, കുറെ കണ്ടീഷൻസ് എല്ലാം പറയും. എന്തൊക്കെയാ പറയാ? ആകാശത്ത് പറ്റില്ല, ഭൂമിയിൽ പറ്റില്ല, നിലത്ത് പറ്റില്ല, അകത്ത് പറ്റില്ല, പുറത്ത് പറ്റില്ല, സന്ധ്യക്കല്ല, രാവിലെ പറ്റില്ല, രാത്രി പറ്റില്ല, മനുഷ്യന്മാര് പറ്റില്ല, ദേവന്മാര് പറ്റില്ല, മൃഗങ്ങൾ പറ്റില്ല, ആയുധം പാടില്ല, തീ പാടില്ല, മറ്റേ പാടില്ല. ഭയങ്കര ഇന്റലിജന്റ് ആണ്,
വെരി ഇന്റലിജന്റ് ഫെലോ. ഈസ് പ്ലാനിങ് എവറിഥിങ്. ഓൾ ലൂപ്ഹോൾസ് അടച്ചിട്ട്, കംപ്ലീറ്റ് ലൂപ്ഹോൾസ് മുഴുവൻ അടച്ചിട്ട്. നമ്മളൊക്കെ അങ്ങനെയല്ല, ഭയങ്കര പ്ലാനിങ്ങിന്റെ ആൾക്കാർ. നമ്മള് ഗംഭീരമായ പ്ലാനിങ് ആണ്. ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ 2 മാസം കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ വേറെ ഇങ്ങനെ വരും. അങ്ങനെ ഗംഭീരമാണ്. നമ്മുടെ ബ്രില്യന്റ് പ്ലാനേഴ്സാണ് നമ്മളെല്ലാം. ഇതുപോലെ നമ്മളെല്ലാം നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്യാത്ത വിഡ്ഢി, ഒരു കരുതലിപ്പില്ലാതെ ഇത്രയും കാലം ഇരുന്നിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തു, എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. വളരെ മോശം. അത് മറ്റൊരു കണ്ടു നോക്കൂ. അവരൊക്കെ എന്ത് ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്യണം ലൈഫൊക്കെ. ഇത് രസമായിട്ട് അവരുടെ ലൈഫൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്തുമാതിരി അവരെങ്കിൽ പ്രോഗ്രസിംഗ് ലൈക്ക് പ്രോഗ്രസിംഗ്. വി ആർ നോട്ട് പ്രോഗ്രസിംഗ് അറ്റ് ഓൾ. വി ആർ ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. യാതൊരു പ്ലാനിംഗ് ഇല്ലാത്ത ആൾക്കാർ ഞങ്ങളെല്ലാം. ഹിരണ്യകശിപു ഭയങ്കര പ്ലാനറായിരുന്നു. ഗംഭീരമായി പ്ലാൻ ചെയ്തു. ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ഹി വിൽ നോട്ട് ബി കിൽഡ് ബൈ എനി വൺ എന്നുള്ളതില്. പിന്നെ അദ്ദേഹം ടെററൈസിങ്, ഭയങ്കര ടെററൈസിങ്, യൂണിവേഴ്സ് മുഴുവൻ ടെററൈസ് ചെയ്തു. സകല ആൾക്കാരും ഡിഫീറ്റ് ചെയ്തു. ഡിഫീറ്റ് ചെയ്തതിനു ശേഷം ദേവന്മാര് ഓൾ ലോകാസ് കംപ്ലീറ്റ് ആയിട്ട് കീഴിലായി. ശ്രീമദ് ഭാഗവതം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു, മഹാദേവൻ, ബ്രഹ്മ, ഈ 3 പേര് ഒഴിച്ച് എക്സെപ്റ്റ് വിഷ്ണു, ബ്രഹ്മ ആൻഡ് മഹാദേവ, എവ്രിബഡി വാസ് വെരി അഫ്രൈഡ് ഓഫ് ഹിരണ്യകശിപു. ഹിരണ്യകശിപു പുരികം ഉയർത്തിക്കഴിഞ്ഞാൽ ദേവേന്ദ്രനെല്ലാം വിറയ്ക്കുന്ന പറഞ്ഞു. അതുപോലെയായിരുന്നു പാവം. അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് വളരെ നല്ല 4 നല്ല മക്കളുണ്ട്. വെരി ബ്രില്യന്റ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള 4 കുട്ടികളുണ്ട്. അപ്പോ നാച്ചുറലി അച്ഛൻ്റെ ആഗ്രഹം എന്തായിരിക്കും? വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ആഗ്രഹം എന്തായിരിക്കും? വാട്ട് ഈസ് അംബിഷൻ? ആയിരിക്കും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഫാദർ ഉണ്ടെങ്കിൽ മക്കൾ എങ്ങനെയാകണം? മക്കള് അത് ഏറ്റെടുക്കണം, അല്ലെ? ഞാൻ കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കണം. അതുപോലെ വലിയൊരു എംപറർ ആകുമ്പോൾ എന്തായിരിക്കും ആഗ്രഹം? എന്റെ കാലശേഷം my son should be the throne. He should be the more powerful than me എന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ. ഇതാണ് ഫിലോസഫിയിൽ ഡിഫറൻസ് വരാൻ പോണ. ആൻഡ് ഹിരണ്യകശിപു വാസ് വെരി ഇന്റൻസ്. എന്റെ മക്കളെല്ലാം ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കണം, എന്നെ പോലെ വലിയ രാജാക്കന്മാരാക്കണം. അത് ഏറ്റവും മോസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രഹ്ലാദാണ്. 4 പേരുടെ ചെന്നൈ ഏറ്റവും വലിയ ക്വാളിഫൈഡ് പ്രഹ്ലാദ്. പ്രഹ്ലാദ് ചെഞ്ചൻ പ്രതിഷ്ഠ സ്ഥാനേന ആഹ്ലാദ, പ്രതിഷ്ഠ രൂപേണ ആഹ്ലാദ ഇതി പ്രഹ്ലാദ. കോൺസ്റ്റിറ്റ്യൂഷണലി ഹാപ്പി. അപ്പൊ നമ്മളെല്ലാം ഹാപ്പി ആയിരിക്കും, അല്ലെ? നമ്മളെങ്ങനെ ഹാപ്പി ആവുക? സംതിങ് എക്സ്റ്റേണൽ, എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പറ്റി കുറെ ആൾക്കാർ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ, അവർ ഹാപ്പിനെസ് ഡിപെൻഡിങ് ഓൺ ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെയാണ് നമ്മുടെ ഹാപ്പിനെസ്. ലേക്കിൻ പ്രഹ്ലാദ് മഹാരാജ് എന്താണ്? പ്രഹ്ലാദ് മഹാരാജ് പ്രതിഷ്ഠ രൂപേണ ആഹ്ലാദ ഇതി പ്രഹ്ലാദ. പ്രതിഷ്ഠ മീൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, വാട്ട് ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ? We are serfs. We are part and parcel of you are part and parcel of Krishna. We are part and parcel of Krishna, and only interest is to serve Krishna. അതില് ആഹ്ലാദം കിട്ടുന്നതാണ് പ്രഹ്ലാദ്. അങ്ങനെ ഭഗവത്ഗീതയില് ഇത് പറയുന്നുണ്ട്. എന്താണ് 58ാമത്തെ ശ്ലോകം? എന്താ 2-ാം അധ്യായത്തില് ഗുരുമത്തിനെ പറ്റിയുള്ള ശ്ലോകം ഉണ്ടല്ലോ, അമ്മയെ പറ്റിയിട്ട്. ഓർമ്മയുണ്ടായിരുന്നെങ്കിലും 2-ാം അധ്യായത്തില് യഥാ സംഹായതേ കൂർമോ യഥാ സംഹായതേ 258 2-ാം അധ്യായത്തില് ഭഗവത്ഗീതയിലെ അല്ലേ, യഥാ സംഹാരേ ചായം കൂർമോ അംഗാനിവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഈസ് കമ്പയറിംഗ് നമ്മുടെ ഒരു സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ടുള്ള, വളരെയധികം സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഈസ് ബീങ് കമ്പയർഡ് ടു എ ടോർട്ടോയ്സ്. ടോർട്ടോയ്സിന് ഒരു വലിയ കഴിവ് എന്താണ്? ഇഗൻ വിഡ്രോ ദ ലിംസ്. ഇഷ്ടമുള്ളപ്പോ ലിംസ് ഉള്ളിലേക്ക് വലിക്കാം, ഇഷ്ടമുള്ളപ്പോ പുറത്തേക്ക് ഇടാം. എന്നതുപോലെ ഭക്തൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലോട്ട് വലിക്കും. ഭഗവാനായിട്ട് ഇടപെടുമ്പോഴോ, ഭഗവാനായിടുമ്പോ ഹി എക്സ്പ്രസ് എവറിഥിങ്, ഓൾ സെൻസസ് എൻഗേജ്ഡ്. അതാണല്ലോ ഋഷികേശ സേവനം ഭക്തിരുത്തമ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം മുഴുവൻ ഭഗവാന് വേണ്ടി പുറത്തേക്കിടുമ്പോ അത് ഭക്തി. മുണ്ടേൻ മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺസ് ആയി ഡീൽ ചെയ്യുമ്പോ ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യും. ഇതാണ് ഭക്തൻ. പ്രഹ്ലാദ് മഹാരാജ് സൂപ്പർ ഇൻസ്റ്റന്റ്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഈ ശ്ലോകത്തിന് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ പ്രഹ്ലാദ് മഹാരാജാണ്. കാരണം അത്ര നമുക്ക് നോക്കാൻ പറ്റുമത്. കാരണം അദ്ദേഹത്തെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് ആൾക്കാരെന്താ പറയാ വെച്ചാൽ, യം സാധു സംഘ സദസി രിപോവി സുരാന്ദൃപ പ്രതിമാനം പകർവന്തി കിമുദാശേ ഭവാവിഷ. നാരദമുനി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ,
Yam sadhu sadhagahada. Wherever there is an association of saintly persons, the person who is most glorified is Pradimanam Pagaruvandi. Arana Ripo Vipa Suronipa Nripa. Even though the Devas Arana, Daityas in day, Prahlad Maharaj Arana, Prahlad Maharaj belongs to Asuramsha Trialana, Prahlad Maharaj. Devanmari Verabatana. A Devanmari Bolum, Satruite Bolum, Prahlad Maharajana, Kambiramaita, Portugal, the Sasang, number paper, and devotee, Waterana devoteeana, Malla Munganella, and always glorified so many devotees. Number Shad Goswami Mara. Namma Rupa Goswami, Sanatana Goswami, Srila Prabhupada, Bhaktivinoda Swami, Bhaktivinoda Thakur, Bhakti Siddhanta Saraswati. In the Dhara, Namma Guru Maharaj, Kamara, devotees in the bodies, Namma glorify in the beginning. Namma Namma glorify about Angrela Chatrukal Polum, Prahlad Maharajne, glorify Chimbo, Kimanyuda, Pavadusha, Angepota, Karipati, Parayan. Yudhishthira എന്താ ചോദിക്കാം? എന്നെ പോലെ താഴ്ന്ന പതിതനായ ഒരാളില്ല. മൊസമ പതിതാ പ്രഭു ന പൈവേ ആരാ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കരോ മോരേ. അപ്പോ വൈഷ്ണവന്റെ ശരിയായ വൈഷ്ണവന്റെ ഭക്തന്റെ ലക്ഷണം ചെയ്യാൻ മൊസാമ പതിതാ പ്രഭു, എന്നെപ്പാളും താഴെയുള്ള ആളില്ല. യുധിഷ്ഠിരന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോ യുധിഷ്ഠിരനെ എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യും? പക്ഷെ ഈവൻ ദേവന്മാർ പോലും ഗ്ലോറിഫൈ ചെയ്യുന്ന ആളാണ് ആര്? പ്രഹ്ലാദ്. എന്താണ് അത്ര വലിയ ഗുണം? എന്താ ഗുണേ അലം, ഗുണം അലം അസംഖ്യേ ഹേ, അസംഖ്യം അൺലിമിറ്റഡ് ആണ് പറഞ്ഞത്. അസംഖ്യേ ഹേ മാഗ്യം തസ്യ സൂചതേ വാസുദേവ ഭഗവതി തസ്യ നൈസർഗികീരതി എന്ന് പറയണം. അതാണ് പ്രഹ്ലാദ് മഹാരാജിന്റെ ഗുണങ്ങളുടെ എണ്ണം എടുക്കാൻ പറ്റില്ല, അത്ര അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ റീസൺ? എന്താണ്? എന്തുകൊണ്ടാണ് മഹാത്മ്യ തസ്യ? എന്തുകൊണ്ടാണ്? വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി. അവിടെയാണ് പറഞ്ഞത് നൈസർഗികി. നൈസർഗികി മീൻസ് എന്താ പറയാ? സ്പോണ്ടേനിയസ്, ബോൺ വിത്ത്, കോൺജിനിറ്റൽ, ജനിക്കുമ്പോൾ തന്നെ ഭക്തനാണ്. നൈസർഗിക എന്താണ്? നൈസർഗിക സർഗം മീൻസ് ക്രിയേഷൻ ജനിക്കുക. അതിനൊപ്പം തന്നെ വാസന ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇന്ന് നൈസർഗിക രതി ഉണ്ടാവാത്തോണ്ട് ഇവിടെ കിട്ടി. അതുകൊണ്ട് നമ്മുടെ ദിനേഷ് കൂടെ വന്നു. നൈസർഗികമായ രതിയുള്ള ആളാണ്. ആരുടെ രതി? രതി ആരോടാണ്? രതി എന്താണ്? രതി മീൻസ് സ്നേഹം, പ്രേമം. രതി ഭയങ്കര അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ഹും? വാസുദേവേ ഭഗവതി, വാസുദേവനോട്. അതാണ് ഏറ്റവും വലിയ മഹാത്മ്യം. അതാണ് ഏറ്റവും. അതുകൊണ്ട് ഭയങ്കര ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. യസ്യാസ്തി ഭക്തി ഭഗവതി അകേജന തത്ര സമാസതേ സുര. എല്ലാ ഗുണങ്ങളും ഭഗവാനുടെ ഭക്തന്മാർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്രയും ഭക്തികളാണ്. അപ്പൊ ചെറുപ്പം മുതലേക്ക് തന്നെ ആൾക്ക് ഭയങ്കര ഭക്തിയാണ്. ആൾക്ക് പ്രഹ്ലാദ് മഹാരാജാണ്. ന്യസ്ത ക്രീഡനതോ ബാലോ ജഡവത് ഇതി തന്മനസ്തയാ കൃഷ്ണഗ്രഹഭീതാത്മാ വേദ ജഗദീദൃശം എന്ന് പറയണം. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യസ്ത ക്രീഡനതോ ബാലോ, കുട്ടികളായ എന്ത് ചെയ്യും? ഇപ്പൊ കുറെ കുട്ടികളിവിടെ ഉണ്ട്. കുട്ടികളായ എന്ത് ചെയ്യും? കളിക്കോപ്പ് വേണം, ബോൾ വേണം, ഫുട്ബോൾ വേണം, അല്ലെങ്കിൽ ചെറിയ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറെ മൊബൈലിന്റെ കുറെ ഇത് വേണം, കുറെ വീഡിയോ ഗെയിംസ് വേണം, അത് വേണം, ഇത് വേണം. ഭയങ്കര സമയത്ത് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും കളിക്കണം. പക്ഷേ പ്രഹ്ലാദ് മഹാരാജന് ക്രീഡനതോ ബാലോ, കുട്ടികളുടെ കളികളൊന്നും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. ജഡവത് തൻ മനസ്സയ, അങ്ങനത്തെ കാര്യം വരുമ്പോ ജഡവത്. അങ്ങനെ വരുമ്പോ ആകെ കൂടി ആകെ ഇന്നാക്റ്റീവ്, ഇന്നേർട്ട്. കളിയുടെ കാര്യം, കുട്ടികളുടെ കളി വരുമ്പോ പ്രഹ്ലാദ് മഹാരാജ് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം എന്താ? കൃഷ്ണഗ്രഹീതാത്മാ ന വേദ ജഗദീദൃശം. കൃഷ്ണഗ്രഹ ഹി വാസ് ടോട്ടലി നമ്മൾ ഈ ഗ്രഹം ബാധിച്ചു. നമ്മളെ എന്താ പറയാ, ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഗ്രഹത്തിൽ പെട്ടുപോയി, ആ ഗ്രഹം നമ്മളെ ബാധിച്ചു, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ മെനി ഗ്രഹാസ് ആർ ഓൾവേസ് ഇൻഫ്ലുവൻസിങ് അസ്. അതുപോലെ പ്രഹ്ലാദ് മഹാരാജ് ആകെ കൂടെ ഇൻഫ്ലുവൻസ് ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ. അതേതാ ഗ്രഹം? കൃഷ്ണഗ്രഹീതാത്മാ, മുഴുവൻ കംപ്ലീറ്റ്ലി ടോട്ടലി ഇൻഫ്ലുവൻസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗ്രഹ ഓഫ് കൃഷ്ണ. കൃഷ്ണന്റെ ഗ്രഹമാണ് കംപ്ലീറ്റ്ലി കൺട്രോൾ. ന വേദ ജഗദീദൃശം. അപ്പൊ ഇങ്ങനത്തെ ലോകം ഇങ്ങനെ ഉണ്ടോ? മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകം ഉണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര അത്ഭുതം.
ഇങ്ങനെയുണ്ടോ? ഇങ്ങനെ കളിയുണ്ടോ? ഓ ക്രിക്കറ്റ് ഉണ്ടല്ലേ, ഹോക്കി ഉണ്ടല്ലേ, കേട്ടിട്ടുണ്ടോ? ഓ നരേന്ദ്രമോദി ജയിച്ചു അല്ലേ, ഓ അങ്ങനെയുണ്ടല്ലേ, അറിയില്ല കേട്ടോ, സോറി എനിക്ക് അറിയില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല എന്നെ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് പ്രഹ്ലാദ് മഹാരാജിന്റെ. അപ്പൊ ആണോ അദ്ദേഹം നെസ്സക്കീഴതോ ബാലോ ജലവത് ഇതീഷം. അപ്പൊ എന്ത് പറ്റും? ആസീനഹ പര്യടൻ അശ്നൻ ശയാനഹ പ്രഭവൻ ഭുവൻ വേദാൻ ഗോവിന്ദ പരിരംഭിത. ആസീന ഇരിക്കുമ്പോ, പര്യടൻ നടക്കുമ്പോ, അശ്നഹ ഭക്ഷണം കഴിക്കുമ്പോ, ശയാനഹ കിടക്കുമ്പോൾ, പ്രതിഭൻ കുടിക്കുമ്പോൾ, ഭ്രുവൻ സംസാരിക്കുമ്പോൾ, നവേദ ഏതാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, ഓട്ടോമാറ്റിക്കലായിട്ട് ഇരിക്കുകയാണ്. ഗോവിന്ദ പരിരംഭിത, ഏത് സമയത്തും ഭഗവാനായിട്ട് മുഴുകിയിരിക്കുന്ന സമയത്താണ്. ഇപ്പൊ കൊച്ചു കുട്ടിയാണെങ്കിൽ അമ്മയുടെ മടിയിലിരിക്കുമ്പോ ഈസ് വെരി ഹാപ്പി, ടോട്ടലി പ്രൊട്ടക്റ്റഡ്, ഈസ് സിറ്റിംഗ് ഇൻ ദ ലാപ്പ് ഓഫ് മദർ. ഭയങ്കര ഇപ്പൊ നോക്കി അമ്മയെ എപ്പോഴും സംരക്ഷിക്കും. ഇപ്പൊ മോൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഇവിടെ അമ്പിളി അടുത്തിരിക്കുന്നത്, പക്ഷെ ഈസ് വെരി ഹാപ്പി. എന്ത് നേരം ഭക്ഷണം കഴിക്കണോ ഭക്ഷണം കഴിക്കും, അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ചെയ്യണോ, വിസർജനം ചെയ്യണോ അറിയില്ല, എല്ലാം അമ്മയുടെ മടിയിൽ തന്നെ ചെയ്യണം. ഇപ്പൊ മടിയിലിരുന്ന് കുടിക്കണു, മടിയിലിരുന്ന് കിടന്ന് ഉറങ്ങണു, മടിയിൽ ഇരിക്കണു, മടിയിൽ നടക്കുമ്പോ അമ്മയുടെ ഒപ്പം ഉണ്ടാവും, ഒക്കെ ഭയങ്കര വെൽ പ്രൊട്ടക്റ്റഡ്. അതുപോലെയാണ് ഇതിനെ അറിയുന്നില്ല, ഈ സാധനം നടക്കുന്നതിനെ അറിയില്ല, ഈ ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്, ഈ കാര്യം പ്രഹ്ലാദ് മഹാരാജ് അറിയില്ല, കാരണം എല്ലാം കൃഷ്ണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദ പരിരംഭിത. പ്രഹ്ലാദ് മഹാരാജ് അവിടെ ഇരിക്കുന്ന ബാക്കിൽ കാണുന്നില്ല. എവിടെ പോയി പ്രഹ്ലാദ് മഹാരാജ്? ഓർമ്മയുണ്ടോ? ഇത് ഡയലോഗ് സെയിം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഗോവിന്ദ പരിരംഭിത, പരിരംഭിതനാണ്. അങ്ങനെ പ്രഹ്ലാദ് മഹാരാജ ഗോവിന്ദ പരിരംഭിതനായിരുന്നു. അപ്പോ അത്രയാണ് അദ്ദേഹം. ക്വചിത് രുദതി വൈകുണ്ഠ ചിന്താ ശബരചേതന. ക്വചിത് രുദതി വൈകുണ്ഠ, ചിലപ്പോ വൈകുണ്ഠനെ പറ്റി ആലോചിച്ചിരിക്കുമ്പോ രുദതി കരയുന്നു, ക്വചിത് രുദതി. ക്വചിത് ഹസതി തച്ചിന്ത, ചിലപ്പോ ചിരിക്കും. ആഹ്ലാദ തദ്വാദേ, ചിലപ്പോ ആഹ്ലാദം കൊണ്ട് പൊട്ടിച്ചിരിക്കും, ആകെ കൂടി തരിക്കും, ചിലപ്പോ കരയും, ചിലപ്പോ വീഴും, ചിലപ്പോ ചിരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ നദതി ഉത്കണ്ഠോ, നദതി ഉത്കണ്ഠോ, പെട്ടെന്നോ കൃഷ്ണ ഉറക്കെ കരയും, കൃഷ്ണ ഉറക്കി പഠിക്കും. എന്ത് വൈ? എസൻസ് ഓഫ് സെപ്പറേഷൻ അല്ലെ? കൃഷ്ണൻ എവിടെ പോയി, എന്നെ കൃഷ്ണൻ വിട്ടുപോയല്ലോ എന്ന് പറയുമ്പോ നമ്മൾ ഉറക്കെ പ്രഹ്ലാദ് മഹാരാജ് കൃഷ്ണ ഇടയ്ക്ക് വിളിക്കും. പെട്ടെന്ന് തോന്നുന്നു കൃഷ്ണ എവിടേക്ക് പോയി, കൃഷ്ണൻ ഹാസ് ഡിസപ്പിയർഡ്, കൃഷ്ണൻ എവിടേക്ക് പോയിരിക്കും. ഉടനടി ഭയങ്കര നദതി ഉത്കണ്ഠ, ഭയങ്കര ഉത്കണ്ഠ. അപ്പൊ നമ്മള് ശരിക്കും ഉത്കണ്ഠയോടെ കൃഷ്ണനെ വിളിക്കണം. എപ്പോഴാണ് നമുക്ക് കൃഷ്ണനെ വിളിക്കാൻ തോന്നണം? നമ്മൾ ജപിക്കണോ, നമ്മള് ഭോഗം അർപ്പിക്കണോ, നമ്മള് ഭഗവാന്റെ ആരാധന ചെയ്യണോ, പല കാര്യങ്ങളും നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോ വി ആർ ക്ലോസ് ടു കൃഷ്ണ. പക്ഷെ എപ്പോഴാണ് ക്ലോസ് അല്ലാത്തത്? അല്ലാത്ത ഏത് സമയം, ഉള്ള സമയത്ത് തന്നെ ക്ലോസ് അല്ല, ചെയ്യണ സമയത്ത് തന്നെ ക്ലോസ് അല്ല, അല്ലാത്ത ഏത് സമയത്തും നമ്മള് കൃഷ്ണന് വിട്ടാ നിൽക്കണം. എപ്പോ നോക്കിയാലും നമ്മുടെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, പല ചിന്തകൾ, ചിലപ്പോൾ മോശമായ ചിന്തകൾ വന്നിരിക്കും, ചില പല ചിന്തകൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പല ചിന്തകൾ. അപ്പോ പറയാം, അപ്പൊ ജഗദാസ് സ്വാമി പറയാറുണ്ട്, whenever we are tense and thinking about it, just shout കൃഷ്ണ, അത് തെറിച്ചു. കാരണം വി ആർ തിങ്കിങ്. അപ്പൊ നമുക്കറിയില്ല, നമ്മൾ ബാറ്റ് കൃഷ്ണ ഡേഞ്ചേഴ്സ് ആർ നിയർ മീ, കൃഷ്ണ ഓ ഹിയർ മീ, ഡേഞ്ചേഴ്സ് ആർ നിയർ മീ. ഏതാണ് നമ്മുടെ ഡേഞ്ചർ? നമ്മുടെ ഇരിക്കുന്ന ഈ ഷഡ്ദോഷങ്ങൾ. അതിനെപ്പറ്റി പിന്നീട് പറയാം. നമ്മള് ഔട്ട്സൈഡിരിക്കുന്ന ആരും നമ്മുടെ എനിമീസ് അല്ല. നോബഡി ഈസ് എനിമി ഫോർ അസ്. നമ്മുടെ എനിമി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഷഡ്ദോഷാസ് നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോ അപ്പൊ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ കൃഷ്ണനിൽ നിന്ന് അകന്ന് പോവുകയാണ്. അപ്പോ രുദതി ഉത്കണ്ഠ, അപ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി വരണ്ടേ. Why we should feel anxiety? When we feel that we are away from Krishna, when bad thoughts come to us, then majorly we should feel that we are away from Krishna. വിഷ്ണു പുരാണത്തില് ഒരു ഗംഭീര വിഷ്ണു പുരാണം പറയുന്നുണ്ട്, സഹനിസ് മഹച്ഛുദ്ര സമോഹാസ് തഥനിസ് തച്ചിന്ത മോഹാസ് തഹനിഷ്യസേ യൻ നിമിഷം ചാവി വൈമുഷ്യം ദാവി വാസുദേവം ന ചിന്തയേ. ഒരു fraction of a second, even for a fraction of a second, you stop thinking of Krishna. That's a great loss, that's a great diminution, and that's a great illusion. കൃഷ്ണനെ അല്ലാണ്ട് നമ്മൾ ഏത് ചിന്തയും ഇല്യൂഷനാണ്. ഇറ്റ് ഈസ് ഇല്യൂഷൻ. നമ്മൾ നമ്മളെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിനെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ പറ്റിയോ, നമ്മുടെ നാട്ടുകാരെ പറ്റിയോ, നമ്മൾ ഭയങ്കര പ്ലാനിങ്ങിനെ പറ്റിയോ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കൃഷ്ണ. യു ആർ ഇല്യൂഷൻ. കാരണം നമ്മൾ നമ്മളെ പറ്റിയിട്ടുള്ള ചിന്തകൾ ചെയ്യുന്നതിനാണ് നമുക്ക് ഇല്യൂഷൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ഉറക്കെ നമുക്ക് ചിരിയാം, ഉറക്കെ കരയാം.
ഓ കൃഷ്ണ പ്ലീസ് സേവ് മീ, കൃഷ്ണ ഐ എം ബീങ് ഇൻഫ്ലുവൻസ്. കൃഷ്ണനല്ലാത്ത വേറെ ഏതൊക്കെയോ ഗ്രഹങ്ങൾ വന്നിട്ട് നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ then we shout, ഓ കൃഷ്ണ, ഓ കൃഷ്ണ, ഉറക്കെ വിളിച്ചാൽ മതി. It will go like that. തെറിച്ചു പോകും, ആ ചിന്തകളെല്ലാം തെറിച്ചു പോകും. പക്ഷെ യു ഷുഡ് ബി അലേർട്ട്. ഭയങ്കര അലേർട്ടായിരിക്കണം. എപ്പോഴേക്കും മറ്റു ചിന്തകൾ കയറി കഴിഞ്ഞാൽ ഉടനടി നമ്മള് അടിച്ചു കൊള്ളണം. എന്നാലും നമ്മൾ രക്ഷപ്പെട്ടു. ക്വചിത് ചിന്ത മനസ്സിലാ ക്വചിത് ഭാവനായുക്ത തന്മയോ അനുചഹാരഹ. ചിലപ്പോ കൃഷ്ണനെ തന്നെ അനുകരിക്കും. കൃഷ്ണന്റെ ലീലകൾ, പാസ്റ്റ് ടൈംസ്, ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ലൈക്ക് കൃഷ്ണ ഹൗ കാളിമർദ്ദനം ചെയ്തു, എങ്ങനെ കൃഷ്ണൻ രാക്ഷസമാരെ വധിച്ചു, അല്ലെങ്കിൽ കൃഷ്ണൻ എങ്ങനെയാണ് പാരക്കും കട്ട അല്ലെങ്കിൽ വെണ്ണ എങ്ങനെ കട്ട, സോ മെനി പാസ്റ്റ് ടൈംസ് റിലേറ്റഡ് കൃഷ്ണ ഹി വിൽ എനാക്ട് ദാറ്റ്. അങ്ങനെ എനാക്ട് ചെയ്യും. അങ്ങനെയുള്ള ഇതിൽ വരും. ചിലത് ഉത്പ്ലാസ്ഭാവ, ഭയങ്കര എന്താ രോമാഞ്ചം, ആസ്ഥേ സംപ്രശ്ന. ചിലപ്പോ ഭഗവാൻ വന്ന് നമ്മൾ കെട്ടിപ്പിടിക്കുന്നതായി പ്രഹ്ലാദന്മാരെ തോന്നുമ്പോ ഹി ഗെറ്റ്സ് വാട്ട് യു കോൾ gooseberries. What that? Goosebumps. Gets it. അപ്പൊ ആകെ കൂടി രോമാഞ്ച ഗഞ്ചുമടിയും. ശരീര ഉന്മേലിതാക്ഷണ. ചിലപ്പോ കണ്ണ് പകുതി അടച്ചിട്ടുണ്ടാവും. പകുതി അടച്ച കണ്ണിന് കുട്ടു വെള്ളം വന്നുകൊണ്ടിരിക്കും. ഈ തിങ്സ് അബൌട്ട് കൃഷ്ണ വന്നെ മേത്ത് തലോടി എന്ന് വരുമ്പോഴേക്കും ആകെ രോമാഞ്ച കഞ്ചമണിയും ചിലപ്പോൾ കണ്ണിന്നൊക്കെ കുട്ടിക്കുട്ടായി വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര അഷ്ടസാത്വിക ഭാവ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ പ്രഹ്ലാദ് മഹാരാജ് ഹാസ് മാനിഫെസ്റ്റഡ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ക്വാളിറ്റി. അങ്ങനെ ശ്രീമദ് ഭാഗവതം 8 ശ്ലോകം, ഈ പറഞ്ഞ 8 ശ്ലോകത്തിലാണ് കംപ്ലീറ്റ് ഡിസ്ക്രൈബ് ചെയ്യണം. പക്ഷേ ഹിരണ്യകശിപുവിന് ഇതൊക്കെ പറ്റുമോ? അതിന് ശരിയാവോ? ഹി ഡസന്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ എന്ത് പറ്റും? ഷണ്ഡൻ, അമർക്കൻ എന്ന് പറയുന്ന 2 ശുക്രാചാര്യരുടെ 2 ശിഷ്യന്മാരുണ്ട്. ആ മക്കളുടെ ശിഷ്യന്മാർ, ശിഷ്യന്മാരാണ്. ശിഷ്യാസുമേനോ ഷണ്ടാമർക്ക ഇസ് എ ശിഷ്യ ഓഫ് ശുക്രാചാര്യ ശിഷ്യന്മാരായ ഷണ്ടാമർക്കനെ പിടിച്ചിട്ട് ട്രെയിനിങ് ചാർജ് കൊടുക്കണം. എന്താ പിടിച്ചോ, കുട്ടി അധികം വഴിതെറ്റി പോണ്ട, അവിടെ കളിച്ചു കിടക്കണ്ട, അവൻ നമ്മുടെ ലൈനിൽ വരുന്നില്ല, നമ്മുടെ ലൈനിലാക്കാൻ വളരെ വഴിയുള്ളൂ, നിങ്ങൾ പോയി നന്നായിട്ട് ട്രെയിനിങ് കൊടുത്താൽ മതി എന്നിട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ അവിടെ ഗംഭീര ട്രെയിനിങ് ആണ്. അവിടെ പോളിറ്റിക്സ്, രാജ്യഭരണം, ഡിപ്ലോമസി, ഇക്കണോമിക്സ്, ഡെവലപ്മെന്റ്, കാമ അർത്ഥമോ ഇതാണ് ധർമ്മ കാമ അർത്ഥ, ഈ 3 കാര്യങ്ങളെ പഠിക്കണം. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, എങ്ങനെയാണ് പോളിറ്റിക്സ് ചെയ്യുക, എങ്ങനെയാണ് രാജ്യം ഭരിക്കുക, ഗംഭീരമായിട്ടുള്ള ട്രെയിനിങ് നടക്കണം. അപ്പോ അതിന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ബട്ട് ഷി ഹാസ് ഗോട്ട് ഇൻട്രസ്റ്റ്. ഷി ഹാസ് ഗെറ്റ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ്. ഒരു പ്രഹ്ലാദ് മഹാരാജിന്റെ ട്രെയിനിങ്ങും കിട്ടും. ഹരേ കൃഷ്ണ. പ്രഹ്ലാദ് മഹാരാജിന് ഇതിനെപ്പറ്റി യാതൊരു താല്പര്യമില്ല. അദ്ദേഹം ഈ ചെവിൽ കൂടെ കേട്ടിട്ട് മറ്റേ ചെവിൽ കൂടെ വിടുന്നു. ട്രെയിനിങ് ചെയ്താൽ പകുതിയായപ്പോ പതുക്കെ ഷണ്ടൻ അമർക്കൻ ഭയങ്കര ഹാപ്പി ആയി. ഓ ഹീസ് ലിസണിങ് ടു എവറിഥിങ്. നമ്മൾ നല്ലൊരു ടീച്ചേഴ്സ് ആയിട്ട് അത് രാജാവിനെ കാണിച്ചു കൊടുക്കണം. രാജാവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പ്രസന്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ അതാ മക്കളെ നന്നായി ട്രെയിൻ ചെയ്ത് യു ക്യാൻ ആസ്ക് ഇതൊരു ഇന്റർവ്യൂ നടത്തികളോ. ചക്രവർത്തിയാണ്, ഒരു ഇന്റർവ്യൂ മകൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തോണ്ടേ, ഒരു ഇന്റർവ്യൂ നടത്തികളോ, ഞങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യും. ചോദിക്കും, ഇതിനെ പഠിച്ചാലും നന്നായോ, എന്താ കാര്യം ചോദിച്ചു. എല്ലാം ഗംഭീര. ഏതാ ഏറ്റവും നല്ല സബ്ജക്ട്, നീ പഠിച്ച ഏറ്റവും നല്ല സബ്ജക്ട് ഏതാണ്? ആങ്സൈറ്റി ആണത്. കൃഷ്ണ നമ്മുടെ സബ്ജക്ട് അല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്ട് പറഞ്ഞാലോ. നമ്മുടെ അച്ഛനോട് അങ്ങനെയല്ലേ, മക്കൾക്ക് മാത്തമെറ്റിക്സ് ആണോ ഇഷ്ടം, അതോ ബയോളജി ആണോ ഇഷ്ടം, അതോ വേറെ ഏതെങ്കിലും സബ്ജക്ട് ആണോ ഇഷ്ടം? ആഗ്രഹമാണ് എഞ്ചിനീയർ ആക്കണോ, ഡോക്ടർ ആക്കണോ, അതോ വേറെ എന്തെങ്കിലും ആക്കണോ? ഇസ് ഓൺലി തിങ് ഓഫ് പാരന്റ്സിന്റെ പ്രതി അതാണ്. എങ്ങനെയെങ്കിലും മക്കളെ എങ്ങനെയെങ്കിലും പ്രൊഫഷൻ ആക്കണം, എന്നിട്ട് കോമ്പറ്റീഷന് വിടണം. നമ്മുടെ തോമസ് അല്ലെങ്കിൽ ബ്രില്യന്റ്, PC തോമസ് ബ്രില്യന്റ്, അങ്ങനെ കുറെ ഇതിലേക്കും കൊടുക്കണം. ഹരിക്ക് അതൊന്നും വേണ്ട, ഹരിക്ക് സാൻസ്ക്രിറ്റ് മതി എന്ന് പറഞ്ഞാൽ MA സാൻസ്ക്രിറ്റ് പഠിച്ചാൽ മതി. അപ്പൊ ചില ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഹിരണ്യാക്ഷി എന്താ സബ്ജക്റ്റ്? അപ്പൊ അദ്ദേഹം പറയണം, തത്സാധു മന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്ധിഗ്നബ്ജാ അസദ്ഗ്രഹാം. അച്ഛാ അസുരവര്യ, ഹേ അസുരവര്യ, വളരെ അസുരശ്രേഷ്ഠനാണ്. സദാ സമുദ്വിഗ്ന, ഏത് സമയത്തും ഓൾവേസ് അജിറ്റേറ്റഡ്, ഓൾവേസ് അജിറ്റേറ്റഡ്, ഓൾവേസ് അജിറ്റേറ്റഡ്, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ ഗൃഹം, അങ്ങനത്തെ ആൾക്കാർക്ക് ഗൃഹം എന്ന് പറയുന്നത് വലിയൊരു ട്രാപ്പാണ്. അന്ധകൂപം, ഗൃഹം അന്ധകൂപം, ഇസ് പൊട്ടക്കിണറാണ്, ഇസ് പൊട്ടക്കിണം. ത്യജേ വനം ജരെ ഹരി ആശ്രയേത, വനത്തിൽ പോയിട്ട് ഹരിയെ ജപിച്ചാൽ മതി. അച്ഛൻ വലിയ വലിയ ചിന്തകൾ പെട്ടിട്ട് മക്കൻ നന്നാവുണ്ട്, മർച്ചൻ നന്നാവുണ്ട്, രാജൻ നന്നാവുണ്ട്, മറ്റേ ഏത് സമയത്തും ഓൺലി വറീഡ് അബൌട്ട്, ടോട്ടലി വറീഡ് പേഴ്സൺ.
അച്ഛൻ ഇത് ഗൃഹത്തിൽ നിന്നുള്ള തകരാറാണ്. ഗൃഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് ബെറ്റർ യു റിട്ടയർ നോ, ഗോ ടു ഫോറസ്റ്റ് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ കൃഷ്ണ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ഫോർ യു. കണ്ടമാനം ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യ ഒന്നില്ലല്ലേ എന്നാ മനുഷ്യയുടെ പോയി ഡോക്ടറെ കാണാൻ പറ്റി. കണ്ടമാനം തിങ്സ് വറീസാണ് അവിടെ. അവിടെ ഭീമാജിയോട് തീരെ ശരിയില്ല, അവിടെ ഒന്നും ശരിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര പ്രോബ്ലംസ് ആണ് അവിടെ എല്ലാം. പ്രോബ്ലംസ് ആണ്. ഓൾവേസ് പ്രോബ്ലമാറ്റിക്. അങ്ങനെ അജിറ്റേഷൻ യു ക്യാൻ കുറെ പ്രോബ്ലംസ് മാത്രം നമ്മൾ ഡീൽ ചെയ്താൽ നന്നാവോ? പീപ്പിൾ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് പ്രോബ്ലം മോട്ടി. പക്ഷെ സൊല്യൂഷൻ വരുമ്പോൾ ഉണ്ടാതിരിക്കും. സൊല്യൂഷൻ വരുമ്പോൾ ഹാപ്പി അത്ര സുഖമില്ല. കാരണം ദേ ആർ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ ഭയങ്കരമായിട്ടൊരു വേദന അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഷമം വരുമ്പോൾ ദേ ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ദേ കൈൻഡ് ഓഫ് പേഴ്സ് പ്രഷർ. പ്രോബ്ലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ. മനുഷ്യരുടെ എക്സാമ്പിൾ മാത്രമല്ല, എല്ലാവരും എങ്ങനെയാണ് ഇവിടെ മുമ്പിലിരിക്കുന്ന വേറെ ആൾക്കാരാണ്. പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താലല്ലോ. സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ ഞാൻ വലിയ താല്പര്യമില്ല. മനുഷ്യക്ക് പ്രോബ്ലം സൊല്യൂഷൻ ഞാൻ പറഞ്ഞെടുത്തു. ചില ആൾക്കാർക്ക് ഞാൻ സൊല്യൂഷൻ എന്തൊക്കെ പറഞ്ഞെടുത്തു. പക്ഷെ സൊല്യൂഷന് യാതൊരു താല്പര്യം. എന്താ ഈ പ്രോബ്ലം ഭയങ്കര പ്രോബ്ലമാണ്. എന്തൊരു പ്രോബ്ലം അറിയോ? ഈ പ്രോബ്ലത്തിൽ നിന്ന് ചെയ്താൽ മതി. എനിക്ക് അതന്നെ പ്രോബ്ലം. എന്തൊരു വിഷമം അറിയോ? സൊല്യൂഷൻ എനിക്ക് കേട്ടാ വേണ്ട, ഇതെന്നെ കേട്ടാൽ മതി. ഈ പ്രോബ്ലം മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഒരു പദയാത്ര ലീഡർ ഉണ്ട്, രൂപ ദാസ് ഉണ്ട്. ISKCON is a Padayatra. 13 years he was a leader of that Padayatra. Hare Krishna, thank you. അപ്പോ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയാം. ഹരിദ്വാറിൽ മുകളിൽ പോയിട്ട് some 8,000 meters above the sea level കുറെ ഡിവോട്ടീസ് ഒക്കെ മുകളിലേക്ക് വിഷമിച്ച് കയറി ഹരേ കൃഷ്ണ ചാൻഡ് ചെയ്ത് ഭയങ്കര ഹാപ്പി കയറി. വേറൊരു ഗ്രൂപ്പ് നോൺ ഡിവോട്ടീസ്, അതിലൊരു മാതാജിന്റെ 50-60 വയസ്സായിട്ട് ആ മാതാജി സ്ട്രഗിൾ ചെയ്ത് മുകളിലേക്ക് എങ്ങനെയോ ഒളിച്ചു കയറി. അപ്പോ ഭയങ്കര സ്ട്രഗിൾ, ബ്രെത്ത്ലെസ്. അപ്പോ രൂപഗോസ്വാമി മാതാജി आप हरे कृष्णा बोलिए आपको अच्छा चौका नहीं, मैं इतना ताका हूँ, मेरे मुंह से एक ही शब्द नहीं निकलता, मैं बहुत थका हूँ. ഹരേ കൃഷ്ണ മാത്രം പറയില്ല, ഇതെല്ലാം പറയും. ഒരു മണിക്കൂർ ഇതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ ആൾക്കാര് നമ്മളിങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ സൊല്യൂഷൻ മാത്രമില്ല. അപ്പൊ ഇത് പ്രഹ്ലാദ മഹാരാജ ഒരു ഉപദേശം കൊടുക്കുകയാണ്. സോ യു ഗോ ടു ഫോറസ്റ്റ് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ കൃഷ്ണ. അപ്പോ ആദ്യം ഹിരണ്യകശിപു ചിരിച്ചു. ആദ്യം he was not angry. അപ്പൊ അത് വെച്ചാൽ ഇത് ഏതോ ശത്രു എന്റെ മകന്റെ തല ബ്രെയിൻ വാഷ് ചെയ്തു. അവന് ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ഡിവോട്ടീസിനൊക്കെ ഫീൽ ഉണ്ടാവും. അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവനെ നമ്മുടെ ശത്രുവാക്കി മാറ്റി. ചിരിച്ചിട്ട് ഷണ്ടനമുക്രം പറഞ്ഞു, കാര്യം മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യേ, പതുക്കെ മനസ്സിലാക്കുക ആരാണ് ഈ ശത്രു, ആരവനെ ബ്രെയിൻ വാഷ് ചെയ്തേ എന്ന് മനസ്സിലാക്കണം പറയും. ശരി, പ്രഹ്ലാദന്മാരെ വിളിച്ചുകൊണ്ടേട്ട് പതുക്കെ പറയണം, മോനെ ഇത്രയും നല്ല നേച്ചറിലാണ്, ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട്. നിന്റെ അച്ഛനാണെയും 3 ലോകത്തിന് അധിപനാണ്. നമ്മുടെ കുലം ഇത്രയും മഹത്താണ്. ഈ കുലത്തിൽ പാര വെക്കാനായിട്ട് ആരോ ഇവിടെ വന്നിട്ട് അതാരാ പറഞ്ഞുതരോ? ഇത്രയും മോശമായിട്ട് ഭാര്യമാരാ ചെയ്തേ. അപ്പോ ഗുരു ആരാണ് ചോദിക്കണം, ഇതാരാ നിന്നെ പഠിപ്പിച്ചു തന്നെയാണ് ചോദിക്കണം. അപ്പൊ ഉടനെ പറഞ്ഞാണ് ആരാ ഈ ശത്രു പറഞ്ഞപ്പോ പ്രഹ്ലാദ മഹാരാജ പറഞ്ഞ പരസ്വശേതി അസദ്ഗ്രഹ ബഹിരാശ്രയ പരസ്വ. ഒരാള് പുറത്തുള്ള ആള്, ഒരാള് ഇത് ഞാൻ ഒരു കാര്യം ചെയ്തു. അവനൊരു മൈക്ക് കൊടുക്കുക നല്ലത്. പരസ്വച്ഛേദി അസദ്ഗ്രഹ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നാള് വേറെ, ഞാൻ വേറെ, ഇന്നാള് വേറെ. ഇതൊക്കെ ആരുണ്ടാക്കി? പുമാൻയ മായാകൃതം. ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി കൊണ്ടേ ഞാൻ ചെയ്തത്. വിമോഹിതയാ ദുഷ്ടസ് തസ്മൈ ഭഗവതേ നമഃ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തിയറിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേറെ, മറ്റാൾ വേറെ, ഞാൻ നീ എന്ന ഡിവിഷൻസ്, സെപ്പറേറ്റ് ചിന്തകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ വായന അത് വന്നു. ആരാണ്? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കണം. ഇതെല്ലാം ഭഗവാൻ തന്നെ ചെയ്തേക്കണേ. അപ്പോ ഇതാ അനുവൃത. ആരാണ്? സൈ അനുവൃത.
പക്ഷെ ബുദ്ധി വിവിധ്യതയെ. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ആരാണോ ഭഗവാന്റെ അനുഗ്രഹം എഴുതിയാള് അയാൾക്ക് മാത്രമേ ഈ പശുബുദ്ധിയിൽ നിന്ന് ഞാൻ വേറെ മറ്റാള് വേറെ, ഇയാൾ എന്റെ ശത്രു, ഇയാൾ എന്റെ ഫ്രണ്ട്, ഇയാൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള്, ഇയാളെ തീരെ പിടിക്കാത്തവൻ, സോ മച്ച് സെപ്പറേഷൻ നമ്മൾ പറയും. ഇന്നാണ് ശത്രു, ഇന്നാണ് ഫ്രണ്ട്. ഈ ഫ്രണ്ട് ആൻഡ് ഇതെല്ലാം പോളിറ്റിക്സ് ആണ് എന്നാണ് പോളിറ്റിക്സ്. സാധാരണ പോളിറ്റിക്സ് അങ്ങനെയാണ്. പോളിറ്റിക്സ് എങ്ങനെയാണോ, ഇന്ന പാർട്ടി നമ്മുടെ ഫ്രണ്ട്, മറ്റേ പാർട്ടി നമ്മുടെ എതിരുടെ ആളാണ്. അങ്ങനെയാണ് പോളിറ്റിക്സ് ആണ്. പക്ഷേ ഭഗവാന്റെ ആൾക്കാർ എന്താ വിചാരിക്കുക? ആ പശുബുദ്ധി, ഡിവിഷൻ, സെപ്പറേഷൻ ഇല്ലാതാക്കുക. എന്ന് വെച്ചാൽ ഞാനും ഭഗവാനും ഒന്നാണ് അർത്ഥം. പിന്നെന്താ അർത്ഥം? ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ അംശങ്ങളാകുമ്പോ എവ്രിബഡി ഈസ് അംശ, എവ്രിബഡി ഈക്വൽ അല്ലെ? വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവ്യസ്ഥിനി ക്ഷണീശൈവശപരീച്ച പണ്ഡിതാഹ സമദർശിന. അപ്പോ എല്ലാരും ഭഗവാന്റെ അംശങ്ങളാകുമ്പോ അപ്പൊ ഏറ്റവും എളിമയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? നമ്മള് വൈഷ്ണവന്റെ ഇസ്കോൺകാരെ എന്താ ചെയ്യാ? പ്രഭു എന്ന് വിളിക്കും. എന്താ? എല്ലാം ഈക്വൽ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പ്രഭു വിളിക്കണു? എല്ലാരും ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് നമ്മളെല്ലാം ഈക്വൽ, ഒരേ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള്. പക്ഷെ സ്റ്റിൽ വി കോൾ അതർ പേഴ്സൺ പ്രഭു, നമ്മൾ ദാസനും മറ്റാള് പ്രഭു. ദാറ്റ് മീൻസ് അതാണ് ശരിയായ വൈഷ്ണവ ടോളറൻസ്. നമ്മളാണ് താഴെയുള്ള ആള്. അതുകൊണ്ട് അവിടുന്നാണ് ശരിക്കും മാസ്റ്ററെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്പിരിച്വൽ മാസ്റ്റർ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ സ്പിരിച്വൽ മാസ്റ്ററിന്റെ ട്രെയിനിങ് അനുസരിച്ചിട്ട് നമ്മള് പതുക്കെ മുന്നേറി കഴിഞ്ഞാൽ ഈ പശുബുദ്ധി, ചില ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്, ചില ആൾക്കാർ നമ്മുടെ എനിമീസ് എന്നുള്ള ചിന്തകൾ പതുക്കെ ഇല്ലാതെയാവും. അപ്പോ പ്രഹ്ലാദ് മഹാരാജിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്ന മനസ്സിലായി. ഭഗവാന്റെ മുമ്പില് വളരെയധികം ട്രാൻസ്ജെൻഡറലായിട്ട് ക്വാളിറ്റീസ് മുഴുവൻ പുറത്തു വന്നു. പക്ഷേ ഈ കർമ്മികളുടെ എന്ത് പറ്റി? കർമ്മികളിപ്പോ ഹിയർസ് വർക്ക് ദിസ് ഇന്റലിജൻസ്. അവിടെയാണ് ഇന്റലിജൻസ്, ആ ക്രിയേറ്റിവിറ്റി, അത് വിവേകം എന്ന് പറയും. ഇവിടെ ഉദിച്ചൈതന്യം പറഞ്ഞ നമ്മുടെ ആകെക്കൂടി വേണ്ട വിവേകമാണ്. നമ്മൾ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് വിവേകം ഉണ്ടാക്കാനാണ്. ഭക്തന്മാർക്ക് വിവേകം ഓൾറെഡി ഉണ്ട്. ഭക്തന്മാരവിടെ ഇയാൾ ചോദിച്ചു, പതുക്കെ നൈസിൽ ചോദിച്ചിട്ട് നോക്കി ആരാണ് ഗുരു എന്ന് പതുക്കെ ട്രാപ്പ് ചെയ്യാൻ നോക്കി. ബട്ട് ഹി ഡിഡ് നോട്ട് ഫോൾ ഫോർ ദാറ്റ്. ഹി ഡിഡ് നോട്ട് റിവീൽ ദ നെയിം ഓഫ് ഹിസ് ഗുരു. പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര ദേഷ്യം, കുറേയധികം ട്രെയിനിങ് നടത്തി, ഭയങ്കര എന്താ പറയുക, കണ്ടമാനം രാത്രിയും പകലും കണ്ടിന്യൂസ് ട്രെയിനിങ് മുഴുവൻ നടത്തി. പ്രഹ്ലാദ് മഹാരാജ് വളരെ ഹാപ്പി ആയിട്ട് ഇവർ പറഞ്ഞെല്ലാം കേട്ടുകൊണ്ടിരുന്നു. വീണ്ടും സെക്കൻഡ് ഇന്റർവ്യൂവിന് കൊണ്ടുവരികയാണ്. സെക്കൻഡ് ഇന്റർവ്യൂ മകൻ നന്നായി ഡ്രസ് ചെയ്യിച്ച്, അമ്മ നന്നായി ഡ്രസ് ചെയ്യിച്ചു, അലങ്കരിച്ചു, നേരെ ഹിരണ്യകശിപുവിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഹിരണ്യകശിപു വീണ്ടും ചോദിച്ചു, നീ പഠിച്ച സബ്ജക്റ്റിൽ ഏറ്റവും നല്ല സബ്ജക്ട് ഏതാണ്? മറുപടി കൊടുത്തു. എന്താണ് അപ്പൊ കൊടുത്തത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഇതാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എന്നിട്ട് പറഞ്ഞ വേറൊരു പറയുന്നത്, ഇത് ഈ ശ്ലോകത്തിന്റെ പകുതിയായിട്ടുള്ളൂ. പിന്നെ എന്താണ്? ഇത് വിഷ്ണുർപ്പിത പുംസാൻ ഭക്തി നവലക്ഷണ ക്രിയേത ഭഗവതി ആദ്യ തന്മന്യേ അധിക ഉത്തമം. ഇത് ക്രിയേത ഭഗവതി അദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി ടു വിഷ്ണു. ഓൾ ദോസ് 9 ലക്ഷങ്ങൾ ഭക്തിയുടെ 9 കാര്യങ്ങള് യു ഷുഡ് ഡയറക്റ്റ് ആയിട്ട് ഭഗവാന് കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാവരുടെയും അറ്റൻഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വിമോഹിത ദിയ എന്നാണ്. അട്രാക്റ്റഡ് ബൈ ദ മെറ്റീരിയൽ ഗ്ലാഡ്. അട്രാക്റ്റഡ് ബൈ മെറ്റീരിയൽ ഗ്ലാഡ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, എവിടെ മെറ്റീരിയൽ ഗ്ലാഡ് എവിടെ വരണം എന്നുള്ളത്. സോ ഈ 9 നവലക്ഷങ്ങളും ഭഗവാന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം. ഭഗവാന്റെ അംശങ്ങളോടല്ല ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ഗണപതി, സുബ്രഹ്മണ്യൻ, ശിവൻ എന്നൊക്കെ പറയുന്ന ആ അംശങ്ങള് ഭഗവാന്റെ എനർജീസ് ആണ്. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നു. If you worship them, it becomes an indirect worship. But direct worship, adhya means direct. You should do it directly to Krishna. ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ഡയറക്റ്റ് ടു കൃഷ്ണ ചെയ്ത്, അതാണ് തന്മയ ഉത്തമം. അത് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള അത് തന്നെയാണ് എന്ന് പറയണം. ഭയങ്കര ദേഷ്യം വരും. ആർക്ക്? എന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒമ്പോളം ചെമ്പ് പോലത്തെ കണ്ണുകൾ മുന്നേ തളങ്ങി, ശരീരം വിറച്ചു, ചുണ്ടെല്ലാം കടിച്ച് മുറിച്ചു, അത് ദേഷ്യപ്പെട്ട് ആരോട് ചോദിക്കണം? പ്രഭുല്ലേ, ചണ്ടനന്മാർക്കായിട്ട് വന്നേ. എന്നിട്ട് പറയും, ഇന്നാണോ നീ ട്രെയിൻ ചെയ്തത്? ഇതന്നെ നീയാണ് ശത്രു, ഏറ്റവും വലിയ ശത്രു നീയാണ്. എന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണ്. എന്റെ മകനെ വഴി തെറ്റിച്ച് നീ ട്രെയിനിങ് എന്ന പേരിൽ കൊണ്ടു നടന്ന മുഴുവൻ വിഷ്ണുവിന്റെ ഭക്തന്മാരാക്കി ചെയ്തത് നിങ്ങളാണ് ഏറ്റവും വലിയ ദ്രോഹികൾ എന്ന് പറയുമ്പോ ഷണ്ടൻ എന്താ തിരിച്ചു പറയാം? എന്താ ഡയലോഗൊന്നും അർപ്പിക്കാം.
ഒരു ഡയലോഗ് ഓർമ്മയില്ല. രാജ അങ്ങനെ പറയുന്നത് തെറ്റാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൻ തന്നെത്താൻ സ്വയം ആർജിച്ചതാണ്. ഈ ഭക്തി മുഴുവൻ സ്വയം ആർജിച്ചതാണ്. ഞങ്ങളുടെ ട്രെയിനിങ് അല്ല, ഞങ്ങളുടെ ട്രെയിനിങ് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ നന്നായിട്ടൊക്കെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രീതിയിൽ അങ്ങയുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആയൻ തന്നെത്താൻ ഇത് തന്നെത്താൻ പഠിച്ചതാണ്. ഉടനടി ഹിരണ്യകശിപു ഇങ്ങോട്ട് ചാടി. ആരോട് ചാടി? പ്രഹ്ലാദ് മഹാരാജോട്. പറയാ ഇതാണ് നിന്റെ ആരാ നിനക്ക് പറഞ്ഞേ ഈ മനസ്സ് ഗുരുമുഖീയം തത്വം. എങ്ങനെയാണ് ഈ ഗുരുമുഖത്ത് അല്ലാതെയാണെങ്കിൽ എങ്ങനെയാണ് നിനക്ക് അഭദ്രം അസതി മതിഹി? ഈ അഭദ്രം ഇൻഓസ്പീഷ്യസ് ഏറ്റവും മോശമായിട്ട് മതി മീൻസ് ഇന്റലിജൻസ്, നോളജ്, കോൺഷ്യസ്നസ്. ഈ മതി എങ്ങനെ നിനക്ക് ഉരുത്തി? ഉടനെ എനിക്ക് പറയണം. അട്ടഹസിച്ചു. ചോദിക്കുന്ന ആരാ? ഗുരു ആരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അട്ടഹസിച്ചാ ചോദിക്കണം, വിറപ്പിക്കാനായിട്ട്. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്നല്ലാണ്. ഉടനടി നീ എനിക്ക് പറഞ്ഞു തരണം. പറയുമ്പോ മദർന്ന കൃഷ്ണേ പരഹസ്വദോവാ മിതാഭിപത്യേന ഗൃഹവ്രതാനാം അദാന്തഗോപിസ് വിശദാന്തമിഷ്ടം പുനഃ പുനഃ ചർവിത ചർവണാനാം. മറുപടി കൊടുക്കണം. മതി ഈ കോൺഷ്യസ്നസ്, കൃഷ്ണ കോൺഷ്യസ്നസ്, മതിന്ന കൃഷ്ണ കോൺഷ്യസ്നസ്. ചില ആൾക്കാർക്ക് സ്വന്തം പ്രയത്നം കൊണ്ടോ, ഓൺ എഫേർട്ട്, ഓർ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടോ, ബൈ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്, ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, ചിലർക്ക് കിട്ടില്ല. എങ്ങനെ നോക്കിയാലും അവർക്ക് കിട്ടത്തില്ല. കൃഷ്ണ കോൺഷ്യസ്നസ് എന്നുള്ളത് ചിലർക്ക് പെട്ടെന്ന് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ? അദാന്ത ഗോപിസ് വിശദാന്തമീഷ്ടം, അൺലിമിറ്റഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. എപ്പോ നോക്കിയാലും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും കൃഷ്ണ കോൺഷ്യസ് എത്താൻ പറ്റില്ല. അച്ഛാ എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ മതി ഒരിക്കലും കിട്ടില്ല. നതേവിദു സ്വാത്വഗതിം ഹി വിഷ്ണു, നതേവിദു സ്വാത്വഗതിം ഹി വിഷ്ണു ദുരാശയ ഭൈരാർത്ഥമാഹിന. ഭയങ്കര ശരിയായ വിഷ്ണു സ്വാർത്ഥഗതി എന്നുള്ളത് ശരിയാക്ക ഈ ബഹിരാർത്ഥമാനിനാസ് പോർട്ടന്റ് പേഴ്സൺസ് ടോട്ടലി ഇമേഴ്സ് ഇൻ എക്സ്റ്റേണൽ എനർജി ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ ഇത് സ്വാർത്ഥഗതി വിഷ്ണു എല്ലാവർക്കും മനസ്സിലാണ്. ഏറ്റവും സ്വാർത്ഥം എന്നുള്ള സെൽഫിഷ്നെസ്, ടോട്ടൽ സെൽഫിഷ്നെസ് ഈസ് കൃഷ്ണ കോൺഷ്യസ്നസ്. എങ്ങനെയെങ്കിലും കൃഷ്ണഭക്തി കിട്ടണം, എങ്ങനെയെങ്കിലും കൃഷ്ണ കോൺഷ്യസ് എത്തണം എന്നാണ് ഏറ്റവും വലിയ സ്വാർത്ഥം. പക്ഷേ ബഹിരാശമാർത്തിനാസ്, ചില ബഹിരാർത്ഥമാനിന ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരിക്കലും കിട്ടില്ല. അന്ത യഥാന്തെ ഉപനീയമാന തേ അഭീഷതന്ത്ര്യ ഉരുധാം നിബദ്ധ. ലൈക്ക് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പല കാര്യങ്ങൾ പറയും. ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ വാക്ക് കേട്ടിട്ട് നമ്മൾ അവരുടെ പിന്നാലെ പോകും. അങ്ങനെ അന്ത യഥാന്ത ഉപനീയമാന. എങ്ങനെയാണോ ബ്ലൈൻഡ് മാൻ ലീഡ്സ് അനദർ ബ്ലൈൻഡ് മാൻ, യു ആർ ഫോളോയിങ് ടു ദ സെയിം ട്രാപ്പ് ഓഫ് ദ മെറ്റീരിയലിസ്റ്റിക് എക്സിസ്റ്റൻസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആകെ കൂടി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഭഗവാന്റെ അടുത്തേക്ക് എത്താണെങ്കിൽ ഒരു നല്ല ഗുരുവിനെ കിട്ടണം. ഈ നല്ല ഗുരുവിന്റെ അകിഞ്ചന യാവത് വ്രീണീത യാവത് രജോഭിഷേകം, അങ്ങനെയുള്ള ഗുരുവിന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് യാതൊരു കോണ്ടാമിനേഷൻ ഇല്ലാത്ത ഒരു ഗുരുവിന്റെ കാലിൽ കിടക്കുന്ന പൊടി എപ്പോഴാണോ ശിരസിൽ വെക്കുന്നത് അപ്പോൾ മാത്രമേ കൃഷ്ണ കോൺഷ്യസ്നസ് അങ്ങേക്ക് കിട്ടുള്ളൂ. കൃഷ്ണനെ കിട്ടിയാൽ മാത്രമേ അങ്ങയുടെ അനർത്ഥങ്ങൾ മാറിപ്പോവുള്ളൂ. ഒരു ഗുരു ഒരിക്കലും പറയില്ല എന്റെ അടുത്ത് വന്നല്ലോ ഞാൻ എല്ലാം ശരിയാക്കും. ഗുരുവായൂർ ഒരാളുണ്ട്, ഇതൊരു ബാബ പെരൂറയുണ്ട്. എന്താ അവൻ അവസാനത്തെ ശരണം എന്താ പറയണ? അന്ത്യശരണം. അന്ത്യശരണം ഇയറണം. ഈ ഗുരുബാബയാണ് അന്ത്യശരണം. കൃഷ്ണനല്ല. കൃഷ്ണനെടുത്ത് വേണ്ടി യാതൊരു കാര്യമില്ല. എന്റെ അടുത്ത് വന്നാൽ മതി. അന്ത്യശരണം, ലാസ്റ്റ് അൾട്ടിമേറ്റ് റിസോർട്ട്, ഏറ്റവും വലിയ റിസോർട്ട് ഞാനാണ്. അന്ത്യശരണം ഗുരുബാബ. ആരെടുത്ത് പോയാൽ മതി. പക്ഷെ ശരിയായ ഗുരു എന്താ പറയാ? ഗുരു ആരുടെ വാക്ക് എവിടെ ഇട്ട് കൊടുക്കുക? കൃഷ്ണ. ഈ ഗുരു കൃഷ്ണനെടുത്ത് പോകും. കൃഷ്ണൻ ഒരു ക്രമാം ഗ്രീന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഗുരുവിന്റെ അടുത്ത്, കൃഷ്ണന്റെ അടുത്ത് മാത്രം പോയാൽ മാത്രമേ നിങ്ങളുടെ അനർത്ഥങ്ങൾ മാറുള്ളൂ എന്ന് പറയുന്ന ആള് ശരിയായ ഗുരു. അച്ഛാ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോഴും ഗുരുവിന്റെ പേര് അദ്ദേഹത്തിന്റെ വായന്ന് വീണില്ല. സീ ദ ക്ലവർനെസ്, ഇന്റലിജൻസ്, ദ ഇന്റലിജൻസ് ഓഫ് പ്രഹ്ലാദ് മഹാരാജ്.
നമ്മൾ ഈ സന്യാസം ഇവിടുത്തെ മായവാദികൾ പറയും ഇങ്ങനെ ഭയങ്കര അഷ്ടസ്വാദിക വികാരം കാണിക്കുമ്പോ ഭക്തി എന്ന് പറയുന്ന കുറെ വികാര ജീവികൾക്കും ബുദ്ധിയില്ലാത്തവർക്കും സ്ത്രീകൾക്കും ചേർന്നതാണ് ബുദ്ധി. ഈ ഭക്തി ഇതാണ് കാണിക്കുന്നതല്ലേ. കൊപ്രാട്ടിത്തരം, കരയുക, തുള്ളിച്ചാടുക, വീഴത്ത് വീഴുക, ഉരുളുക, നിറം മങ്ങുക, തൊണ്ടെന്ന് ശബ്ദം ചെയ്യാണ്ടിരിക്കുക, കണ്ണിന്ന് വെള്ളം വരിക, അങ്ങനെയൊക്കെ കാണിക്കുന്ന ചീപ്പ് സെന്റിമെന്റ്സ്, നത്തിങ്. ഇതൊന്നും ഭക്തിയല്ല, വിവേകമാണ്, ഇന്റലിജൻസ് വേണം. ഇന്റലിജൻസ് ആൾക്കാർക്ക് ഭക്തിയിലെ അല്ല ശരിക്കും അബ്സല്യൂട്ട് ഇത് കിട്ടുള്ളൂ. ഇതാണ് ഞങ്ങൾ പറയാം. പക്ഷെ ഈ വിഡ്ഢികൾക്ക് അറിയില്ല. ഈ പറഞ്ഞ വിഡ്ഢികളെ മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രഹ്ലാദ് മഹാരാജ് മാത്രം മതി. പ്രഹ്ലാദ് മഹാരാജ് വളരെ ഈസിയായിട്ട് പറഞ്ഞു കൊടുത്തു. വലിയ വിജ്ഞാനിയാണ്, ഹിരണ്യകശിപ്പാണ്. ദ ടോട്ടൽ വിജ്ഞാനത്തിന്റെ വേദങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഹിരണ്യകശിപ്പുവിനെ പ്രഹ്ലാദ് മഹാരാജ് ഒതുക്കി കൊടുത്തു, റിവീൽ ചെയ്ത് കൊടുത്തില്ല. അപ്പൊ ദേഷ്യപ്പെട്ടു. നീ നിന്നെ ഇരുത്തിയിട്ട് കാര്യമില്ല, സമോ അത് ഇയാളെ ഇല്ലാതാക്കണം. ആദ്യം തന്നെ കുറെ ആൾക്കാരെ ശൂലം, കത്തി, വടി, വാള്, വെട്ടുകത്തി ഇതൊക്കെ എടുത്ത് കൂടെ ഉപയോഗിച്ച് നോക്കി, ഒന്നും നടക്കില്ല. പിന്നെ വലിയ മതയാനയുടെ അടിയിൽ ഇട്ട് കൊടുത്തു, ചവിട്ടി മെതിച്ചു, ഒന്നും നടക്കില്ല. വലിയ കുണ്ടിൽ, സർപ്പങ്ങളുള്ള കുണ്ടിൽ ഇട്ട് കൊടുത്തു, അവിടെ ഒന്നും സംഭവിക്കില്ല. കുറെ വിഷമുള്ള ആഹാരം കൊടുത്തു, ഒന്നും നടക്കുന്നില്ല. എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കുമോ അങ്ങനെയൊക്കെയും ചെയ്തിട്ടും പ്രഹ്ലാദ് മഹാരാജന് നത്തിങ്. അതെന്നെ ഒന്നും സ്പർശിക്കുന്നില്ല, നത്തിങ്. ഒരു കാര്യം അതെന്നെ ഏർഷിക്കില്ല. അപ്പോ സാധാരണ ഭീരുക്കളുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ കുറെ അറ്റാക്ക് ചെയ്തിട്ട് ഭയങ്കര ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ, ടെററൈസ് ചെയ്യാൻ നോക്കി, ഒന്നും നടക്കുന്നില്ല. ആ രക്ഷയില്ല. അപ്പൊ അങ്ങനെ എന്ത് പറ്റും? ഈ ഭീരുക്കൾക്ക് എന്ത് പറ്റും? അവർക്ക് ഭയം ഗ്രഹിക്കും, അല്ലെ? ഭയം ഉള്ളതുകൊണ്ടാണ് ഇതോടെ അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് നടക്കില്ല കണ്ടപ്പോ ഭയം കൂടി, പേടിച്ചു പോയി ഹിരണ്യകശിപു. ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയാണ്ടേ? ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ അവസാനവും ഷുവറാണ്. കണ്ട് ഇത് ശരിക്കും വിഷ്ണുവിന്റെ ശക്തികളാണ്, ഒന്നും സംഭവിക്കുന്നില്ല, ഇത്രയും ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. സോ ദാറ്റ് ഞാനത് തകർന്നുപോയി, ഞാൻ കംപ്ലീറ്റ് പരാജയപ്പെട്ടു എന്ന് ചിന്തയിൽ അതിങ്ങനെ തലകുണിച്ചിരിക്കുമ്പോ ഷണ്ടന്മാർക്കും വീണ്ടും വരികയാണ്. പേടിക്കേണ്ട ഗുരു, നമ്മുടെ ശുക്രാചാര്യ വരാൻ പോവാണ്. ശുക്രാചാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം ഇയാളെ ശരിക്കും ബ്രെയിൻ വാഷിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുവരെ നമുക്ക് ഇയാളെ വരുണാസ്ത്രം കൊണ്ട് കെട്ടിയിടാം. ഗുരുകുലത്ത് കെട്ടിടാം എന്ന് പറഞ്ഞിട്ട് കെട്ടിയിടുമ്പോഴാണ് കെട്ടിയിട്ട സീൻ ഓർമ്മയുണ്ടോ? പ്രഹ്ലാദ് മഹാരാജന് ഓർമ്മയുണ്ടല്ലേ? ഇങ്ങനെ മരത്തിന് എവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിടുമ്പോ എന്ത് പറ്റും? എന്താ സംഭവിക്കുക? കുറെ ശിഷ്യന്മാരെല്ലാം, കുറെ കുട്ടികള്, ദൈത്യന്മാരെല്ലാം ചുറ്റും വന്ന് നിൽക്കും. ചുറ്റും വന്ന് നിന്നിട്ട് ചോദിക്കുക. അപ്പൊ പ്രഹ്ലാദ് മഹാരാജ് ക്ലാസ് എടുത്തു തുടങ്ങി അവർക്ക്. അപ്പൊ ആദ്യം എന്ത് പറ്റും? ആദ്യം പ്രഹ്ലാദ് മഹാരാജ് മാത്രമേ കൃഷ്ണ കോൺഷ്യസ് ഉള്ളൂ. കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ദൈത്യന്മാർ മുഴുവനും ഇദ്ദേഹത്തെ കൂടെ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൗമാര ഏവ ആചര ദേ പ്രജ്ഞ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷം ജന്മം തദഭി അതുർവം അസ്പദം പറഞ്ഞു കൊടുക്കുകയാണ്. സബാല കൗമാരം 5 വയസ്സിൽ തന്നെ ഭഗവാന്റെ ധർമ്മം അനുഷ്ഠിക്കണം. വളരെ ദുർലഭമായ ഇതാണ് നമുക്കുള്ളത്, ജന്മമാണ് മനുഷ്യജന്മം. അത് ശരിക്കും പ്രയോഗിച്ചില്ലെങ്കിൽ ചെറുതാണെങ്കിലും താൽക്കാലികമാണെങ്കിലും അർത്ഥവത്താണ്. അത് വളരെ അർത്ഥവത്താണ്. അത് ശരിക്കും മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. എന്റെ സുഹൃത്തുക്കളെ, ദൈത്യ എന്ന് പറയുന്നത് ബാക്കി ഇന്ദ്രിയ സുഖങ്ങളാണ്. സുഖം ഐന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിന സർവത്ര ലഭ്യതേ ദൈവാത് ഇദാ ദുഃഖം അയജ്ഞത. സുഖം ദുഃഖം എന്നുള്ളത് ജസ്റ്റ് സെൻസറി പെർസെപ്ഷൻ മാത്രമാണ്. ഇത് എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കിട്ടും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു എഫേർട്ട് നടത്തുന്ന കാര്യമില്ല. അത് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കുറെ അവരെ ട്രെയിൻ ചെയ്തിരിക്കും. അവസാനം ഇവര് ചോദിക്കുകയാണ്, പ്രഹ്ലാദ് മഹാരാജ് അങ്ങ് എത്ര നന്നായിട്ട് കാര്യങ്ങൾ പറയണോ? ഞങ്ങള് ഒരേ ഗുരുവിന്റെ അടുത്ത് പഠിച്ചേനെ, ഷണ്ടനും അമർക്കാണ് നമ്മളെ പഠിച്ചേനെ. പക്ഷെ അങ്ങേക്ക് എവിടുന്ന് അത് കിട്ടിയോ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് പറയുമ്പോ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കണം? പഴയ കഥ പറഞ്ഞു കൊടുക്കാണ്. എപ്പോ നമ്മുടെ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയപ്പോ ഭാര്യ കയാതു അല്ലെ? കയാതു ഗർഭായിരുന്നു. പ്രഹ്ലാദ് മഹാരാജ് വാസ് ക്യാരിങ് പ്രഹ്ലാദ് മഹാരാജ്. അപ്പോ ഇന്ദ്രൻ വന്നിട്ട്
കിഡ്നാപ്പ് ചെയ്യും, കൊല്ലാൻ പോകും. അപ്പൊ നാരദൻ തടയും. നാരദൻ പിടിച്ചുകൊണ്ടേ ആശ്രമത്തിൽ പ്രാപിക്കും. പിന്നെ കയാതുവിന് കുറെ ഉപദേശിക്കും. പക്ഷേ കയാതു കൊടുത്ത ഉപദേശമെല്ലാം പ്രഹ്ലാദ് മഹാരാജാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ പ്രഹ്ലാദ് മഹാരാജ് ഫ്രം ദ റിയൽ ബർത്ത്, അത് അദ്ദേഹത്തിന്റെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ കൃഷ്ണ കോൺഷ്യസ്നസ് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് കൃഷ്ണനെ കിട്ടിയത്. ഹരിഭക്തിയിൽ ഞാൻ എത്തിയത് അങ്ങനെയാണ്. അപ്പൊ എന്താണ് കാണിക്കുന്നത് ഇവിടെ? മൂന്നാൾക്കാർ ചോദിച്ചു അല്ലെ? ആരൊക്കെ മൂന്നാൾക്കാർ ചോദിച്ചേ? ആരാണ് ഗുരു ചോദിച്ചു? ആദ്യം ആരാ ചോദിച്ചേ? ആരാണ് നിന്നെ ഇത് പഠിപ്പിച്ചാരാ? Who first asked? Not before Hiranyakashipu. Chandamarka asked. First Chandamarka ചോദിക്കുക ആരാ ഗുരു. വളരെ അവരെ പറയാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറ്റിക്കാനാവും കിട്ടിപ്പിടിക്കും. വീണില്ല, മറുപടി കൊടുത്തില്ല. രണ്ടാമത് ഹിരണ്യകശിപു ടെററൈസ് ചെയ്തു. ഇഫ് യു ഡോണ്ട് ടെൽ മീ ഐ ആം ഗോയിങ് ടു കിൽ യു. ടെററൈസ് നോക്കി, പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ മൂന്നാമത് കുട്ടികൾ ചോദിച്ചു. അപ്പോഴാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകം എന്താണ്? 4:34 എന്താണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പൊ നമ്മൾ വളരെ കീഴ്ന്നോട്ട് വളരെ ആഗ്രഹത്തോടെ ഗുരുവിനെ അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഗുരു പറയും. അല്ലാണ്ട് വേറെ ഏതെങ്കിലും പറയേണ്ട വിധത്തിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കത്തില്ല. അതാണ് പ്രഹ്ലാദ് മഹാരാജ് ഇന്റലിജൻസ് കാണിക്കുന്നത്. പക്ഷേ ഇന്റലിജൻസ് വയ്ക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ അദ്ദേഹത്തിന്റെ ആ അഷ്ടസാധ്യ വികാരം, വെൻ ഹീസ് എ ട്രെയിനിങ് ഇൻസ്ട്രക്ഷൻ, സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ട് വെൻ ഈസ് അസ്യൂമിംഗ് ദ റോൾ ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ഈസ് ട്രെയിനിങ് ദ ചിൽഡ്രൻ, ഹി നെവർ റിവീൽസ് ഹിസ് സ്പിരിച്വൽ ക്വാളിറ്റീസ്, ട്രാൻസ്ജെൻഡർ ക്വാളിറ്റീസ് ഒരിക്കലും പുറത്തേക്ക് ആ സമയത്ത് ഒരിക്കില്ല. വളരെ സ്പഷ്ടമായിട്ട് റൈറ്റ് ഫ്രം ആ ബേസിക് ആയിട്ടുള്ള ശാസ്ത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് 2 കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഇതാണ് ട്രെയിനിങ് ആണ്, കുട്ടികൾ ട്രെയിനിങ് ആണ്. ശ്രീമദ് ഭാഗവത്തില് 6th and 7th chapter of 7th canto ഹൗ ഹി ടീച്ചേഴ്സ് ദി സ്റ്റുഡൻസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഈ വികാരം, ഈ സാത്വിക വികാരങ്ങളൊന്നും പുറത്തേക്കില്ല. ദാറ്റ്സ് ഹൗ വി ഷുഡ് ടീച്ച്. നമ്മൾ വ്യാസപ്പെടുത്തുന്ന ഭയങ്കര കൃഷ്ണനെ പറ്റി രാഗഭക്തി ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡ്യൂട്ടി ഓഫ് സ്പിരിച്വൽ ട്രെയിനിങ് മാസ്റ്റർ, ശിക്ഷാഗുരുയുടെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വം പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് പറഞ്ഞോളൂ ഇതെല്ലാത്തിനും മൂലമായിട്ടുള്ള ഹരിയാണ്, കൃഷ്ണനാണ് എല്ലാത്തിന്റെയും മൂലം. കൃഷ്ണനെ പ്ലീസ് ചെയ്യുക എന്ന് മാത്രമേ ലിവിംഗ് എൻറ്റിറ്റീസിന് ആവശ്യമുള്ളൂ. ഓൺലി ടു പ്ലീസ് കൃഷ്ണ, ദാറ്റ്സ് ഓൺലി ഡ്യൂട്ടി ഓഫ് എ ലിവിംഗ് എൻറ്റിറ്റി. അപ്പൊ എങ്ങനെയാണ് കൃഷ്ണനെ പ്ലീസ് ചെയ്യുക? ഒരു ശ്ലോകം ഉണ്ടായിരുന്നു, പ്രഹ്ലാദ് മഹാരാജിന് ഓർമ്മയുണ്ടോ? ഒരു ശ്ലോകം ഏതാണ്? എങ്ങനെയാ കൃഷ്ണൻ പ്ലീസ്ഡ് ആവുക? നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ ആസുരാത്മജാം. ഓർമ്മയുണ്ടോ? നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ ആസുരാത്മജാം. പ്രിയതേ നാലം നോട്ട് സഫീഷ്യന്റ്. എന്താണ്? ദേവത്വം, ദ്വിജത്വം നോട്ട് ബീങ് എ പെർഫെക്റ്റ് ബ്രാഹ്മണൻ, being a demigod or a saintly person. ഈ 3 saint ഇതായിട്ടും is not Hari will not be satisfied. ന ദാനം ന ശൗചം ന വൃദാനി ച പ്രിയതേ അമലയാ ഭക്ത്യാ ഹരി അന്യത് വിഡംബനം. ആകെ കൂടി ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ദാനം ചെയ്തുകൊണ്ടോ വളരെയധികം പൂജ ചെയ്തുകൊണ്ടോ ശൗചം ക്ലീൻനെസ് കൊണ്ടോ വളരെയധികം വിദ്യയോ വേദങ്ങൾ പഠിച്ചുകൊണ്ടോ ഒരിക്കലും ഹരി ഒരിക്കലും പ്ലീസ്ഡ് ആവില്ല. പ്രിയതേ അമലയാ ഭക്ത്യ, പ്രിയതേ അമലയാ ഭക്ത്യ, പ്യുവർ അൺടൈന്റഡ് ഡിവോഷൻ കൊണ്ട് മാത്രമേ ഹരി പ്ലീസ്ഡ് ആവും. നോ അതർ വേ. അന്യ വിഡംബനം, വേറെ യാതൊരു വഴിയില്ല ഹരിയെ പ്ലീസ് ആക്കാനുള്ള ഒരേ വഴി അൺഡൈല്യൂട്ടഡ് ഡിവോഷൻ ഓൺലി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഭയങ്കര ഹാപ്പി. സ്റ്റുഡൻസ് എല്ലാം പിന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ആ കംപ്ലീറ്റ് ഗുരുകുലം മുഴുവൻ കൃഷ്ണ കോൺഷ്യസ് ആയി. അപ്പോ ഷണ്ടന്മാർക്കും പേടിയായി. ഷണ്ടന്മാർക്കും ഓട്ടിപ്പോയി റിപ്പോർട്ട് കൊടുത്തു, ഹേ ചക്രവർത്തി, പണ്ട് ആകെ കൂടി പ്രഹ്ലാദ് മഹാരാജ് ഒരാള് മാത്രമേ ഹരേ കൃഷ്ണ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ എല്ലാരും ഹരേ കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ റൂൾ ആരായിരുന്നു? നമ്മളായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഡയലോഗ്? ഓട്ടി വന്നുണ്ടോ? ഹേയ് ചക്രവർത്തി ഓട്ടി വന്നു. എല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാവണം, ആകെ കൂടി പ്രശ്നമായി. ഇത് ലോകം മുഴുവൻ
മുഴുവൻ കൃഷ്ണ കോൺഷ്യസിലേക്ക് പോയിക്കുകയാണ്. ഇങ്ങനെ കൃഷ്ണ കോൺഷ്യസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവസരന്മാരുടെ പൂട്ടി എല്ലാം ഇല്ലാണ്ട് പിന്നെ ഉല്ലേണ്ട ആകാൻ അരെങ്ങനെയെങ്കിലും തടയാണ് നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനടി പിടിച്ചുകൊണ്ടുവന്ന ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാനേ. നീ ഇത്രയും ധിക്കാരിയാണ് ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ധിക്കാരിയാണ്. നിന്നെ ഇവിടെ വെച്ച് ഞാൻ കൊല്ലാൻ പോവാണ്. നിനക്ക് ഇത്രയും വലിയ ശക്തി തന്ന ആരാണ് എനിക്കറിയണം. അപ്പൊ പറഞ്ഞെടുക്കാണ്, അച്ഛാ എനിക്ക് ശക്തി തന്നത് എനിക്കും അങ്ങയ്ക്കും ഈ കാണുന്ന എല്ലാ ലോകത്തിലെ അണുക്കൾക്കും ശക്തി തരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അയാള് അങ്ങ് മാനിച്ചാൽ മതി. അങ്ങക്ക് ഈ അൺകൺട്രോൾ സെൻസസ് ഉള്ളതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് മായയുടെ ഏജന്റായി മാറുകയാണ്. അൺകൺട്രോൾ സെൻസസ് ആൻഡ് മൈൻഡിലുള്ള ആൾക്കാരെ നമ്മൾ വി ബിക്കം ദ ഏജന്റ്സ് ഓഫ് മായ. വി സെർവ് മായ ബൈ ദ 6 ഷഡ്ഗുണാസ്. എന്താ ഷഡ്ഗുണം? ഏതാണ്? 6 ഷഡ്ഗുണങ്ങൾ ഏതാണ്? കാമം, ക്രോധം, മോഹം, മതമത്സര്യം. അങ്ങനെ 6 കൂടിയിട്ടുണ്ട്. അതിൽ മോഹമാണ് ഏറ്റവും വലുത്. മോഹം ഇല്യൂഷൻ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വളരെ സത്യസന്ധനാണ്, ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എനിക്ക് ഭയങ്കര ഡിബേറ്റ് ചെയ്യാൻ കഴിവുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഭയങ്കര കഴിവുണ്ട്, എനിക്ക് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് അറിയാം, ശാസ്ത്രം ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല, സാധനം വായിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഭയങ്കരമായിട്ടുള്ള വിചാരമുണ്ട്, എനിക്ക് എല്ലാം അറിയാം, ഞാൻ നല്ല നീറ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, എല്ലാം അറിയുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്നെ ആരെങ്കിലും ചലഞ്ച് ചെയ്യുമ്പോൾ എന്റെ ഈ നല്ല ക്വാളിറ്റീസൊക്കെ മനസ്സിലാക്കാണ്ട് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. അങ്ങനെയൊക്കെ അത് മോഹം, ഇല്യൂഷൻ. ദാറ്റ് മീൻസ് വി ഹാവ് ഇല്യൂഷൻ ഓഫ് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ഞാൻ ഈ ശരീരമാണ്. ഈ കന്ന ക്വാളിറ്റീസ് എല്ലാം ശരീരമായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. അപ്പൊ ഇല്യൂഷൻ എന്താണ്? സിൻസ് ഐ ആം ദിസ് ബോഡി ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ഓൾ ദോസ് ക്വാളിറ്റീസ് എന്നുള്ള മോഹമാണ് ഏറ്റവും വലുത്. ആൻഡ് വി ആർ സെർവിംഗ് ദ മായ when we indulge in this kind of activities. അതുകൊണ്ട് നമുക്ക് ആകെ എല്ലാത്തിന്റെയും ഒറിജിനായ ഹരിയാണ്. ആ ഹരിക്ക് അങ്ങ് സറണ്ടർ ചെയ്യൂ. അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും അച്ഛൻ ചെയ്യേണ്ട കാര്യമില്ല. അച്ഛത്ര ഒരു ഉഗ്രപ്രതാപിയായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഹരിയെ മാനിക്കാതെ ഉഗ്രപ്രതാപിയ ആൾക്കാരെല്ലാം തകർച്ച തന്നെ ഉണ്ടാകുള്ളൂ എന്ന് പറയുമ്പോ, ഇത്രയും വലിയ ഹരി ഈ കാണുന്ന തൂണിലുണ്ടോടാ? ചട്ടസേവിക്കണം. എല്ലാത്തിലും ഉണ്ടെന്ന് പറയും. ഈ തൂണിലുണ്ടോ ചോദിക്കുമ്പോ ഉണ്ടെന്ന് പറയും. ഉടനടി അദ്ദേഹം നടന്ന വാളൊക്കെ എടുക്കും. പക്ഷെ വാളോടല്ല വെട്ടണ കൈകൊണ്ട് ഇടിക്കുകയാണ്, ഒറ്റയാണ്. അതിഭയങ്കര ശക്തികളാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപു ഇടിച്ചുകൂടി തൂണ് തെറിച്ച് 2 കഷ്ണായി. തെറിച്ച് കഷ്ണായിട്ട് അതിനുള്ള ഭയങ്കര ശബ്ദം, ഇട്ടി ഭക്ഷണ ശബ്ദം വരും, ശബ്ദം വരികയാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിന്റെ ആ ലിഡ് കവറിങ് തെറിച്ചു പോയി എന്നാണ്. യൂണിവേഴ്സിന് കവർ ചെയ്യുന്ന ലിഡ് ഉണ്ട്, ആ ലിഡ് തെറിച്ചു പോയി എന്ന ശബ്ദം കേട്ടപ്പോ പറഞ്ഞു. അപ്പൊ ദേവന്മാരും ബ്രഹ്മാവെല്ലാം വിറച്ചുപോയി. ഇത്ര വലിയ ശബ്ദം ഇവിടുന്നാണ്. ഹിരണ്യകശിപുവിനെ ഭയങ്കര പിടി. ഇവിടുന്ന് ഈ ശബ്ദം തന്നെ മനസ്സിലാവില്ല. കുറച്ചു കഴിയുമ്പോഴാണ് ഇത് തകർത്തുകൊണ്ട് ഭയങ്കര വലിയൊരു രൂപം വരികയാണ്. അതിഗംഭീരമായൊരു രൂപമാണ്. നരസിംഹമൂർത്തിയായിട്ട് വരികയാണ് അവിടെ. ഇതുപോലൊരു രൂപം ഹിരണ്യകശിപു കണ്ടിട്ടില്ല. അപ്പൊ പറയണ അദ്ദേഹം കണ്ടത് തല എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടുകയാണ്. ഭയങ്കര മെയിൻസ്, ഗോൾഡൻ മെയിൻസ്, ഭയങ്കര മെയിൻസ്. കണ്ണാണ് ഇങ്ങനെ ജ്വലിക്കുന്ന മോൾട്ടൻ ഗോൾഡൻ കളറത്. നാവ് എന്ന് പറയാൻ സ്വാട് പോലെ വലിയൊരു മൂർച്ചയുള്ള സ്പ്രിങ് പോലത്തെ ഉള്ള നാവാണ്. ഇടയ്ക്ക് ഉള്ളിലേക്ക് പോകും, ഇടയ്ക്ക് പുറത്തേക്ക് വരും. അതിന്റെ മൂക്ക് അല്ലെങ്കിൽ വായവണ വലിയ മൗണ്ടൻ കേവ്സ്, വലിയൊരു ഗുഹ പോലത്തേതാണ്. അതിനെ കയ്യവണെ എല്ലാ ഡയറക്ഷനിലും നീങ്ങിക്കൊണ്ടിരിക്കും. നഖങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് കുറുത്ത നഖങ്ങളാണ് അദ്ദേഹത്തിന്റെ നഖങ്ങൾ. ഭയങ്കര ബ്രോഡ് ചെസ്റ്റ്, ഷോർട്ട് നെക്ക്, ഭയങ്കര ഡിസ്ക്രിപ്ഷൻ ആണ്. അങ്ങനെയാണ് അല്ലറിക്കൊണ്ടിട്ട് നരസിംഹ പുറത്തു പോയപ്പോ ഹിരണ്യകശിപുവിന് മനസ്സിലായി ഇത് വിഷ്ണു തന്നെയായിരിക്കും. പക്ഷേ കളി എന്നോടാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ലേ തോന്നും. ഞാൻ ആര്? പേടിച്ചുപോയി. എന്നാലും ഇവിടെ ഞാൻ ആര്? ഈ വിഷ്ണു ആരെ വന്നെന്താവുള്ളൂ. എന്നാലും ശരി ഞാൻ ആര്? എന്നെ ഒന്ന് മുട്ടിക്കളയാൻ വെച്ചിട്ട് ഓടിപ്പോയി മുട്ടുമ്പോ ഒറ്റപ്പെടുത്തും പിടിച്ചിട്ട് ഒരു എറിയും. ഒരു രസത്തിന് വേണ്ടി പൂച്ചയെ എലിയിട്ട് ഇങ്ങനെ കളിക്കണവരെ ആദ്യം പിടിച്ച് കൊല്ലില്ല. ഇങ്ങനെ ചെറുതായി തട്ടിക്കൊടുക്കും, തട്ടിട്ടും കൂടി തട്ടിവിടും. അപ്പൊ അവിടേക്ക് വീഴും. അങ്ങനെ വൈകുന്നേരം വരെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും. അവസാനം വൈകുന്നേരം വീണ്ടും ഹിരണ്യകശിപു കുറെ മായകം കാണിച്ച് ഭയങ്കര ഇതും കാണിച്ചിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ വീണ്ടും പിടിക്കുമ്പോ അങ്ങനെയല്ല, കാര്യമായിട്ട് പിടിക്കുന്നില്ല. വെറുതെ 2 പേര് എടുത്തിട്ട് പിടിക്കും. ചുമ്മാ എടുത്തിട്ട് പിടിക്കും, വടിയിൽ വെക്കും. ക്ലോസ്. സിമ്പിളായിട്ട് ദലിത ഈച്ചയെ എങ്ങനെയാണ് നമ്മൾ അടിച്ചു കൊല്ലുക? നമുക്കൊരു ആവശ്യമില്ല. ശരിക്കും കൈകൊണ്ട് അടിക്കാൻ ആവശ്യമില്ല. ഈച്ചയെ വിരലോടെ അടിച്ചാലും മതി, ഈച്ച ചത്തോളും. എന്ന് പോലെ വളരെ സിമ്പിളായിട്ട് ടിക്ക് അടിച്ചു കൊടുത്തു. ഹിരണ്യകശിപുവിന്റെ കഥ കഴിഞ്ഞു. ഹിരണ്യകശിപുവിന്റെ നരസിംഹൻ ചാടി വീണു. അല്ലെ, നരസിംഹമാണ് അവിടുന്ന് ചാടി. ഭയങ്കര സീനായിരുന്നത്. നമ്മൾ കണ്ട സീരീസ് അവൈലബിൾ. ലാസ്റ്റ് ഇയർ വി ഹാഡ് ദിസ് ഡ്രാമ ഹിരണ്യകശിപു. ദാറ്റ് സീരീസ് they will give to you. It's fantastic.
All those people enacted. That's a Prahlad Maharaj sitting over there. She enacted the role of Prahlad. That girl over there. And Hiranyakashipu is not there, but the Narasimha is there. He is a Narasimha. So, other പിന്നെ കുറെ അസുരന്മാര് വരും, അസുരന്മാരെ അടിച്ചു നാശാക്കും. പിന്നെ അവസാനം വെരണ്ടാങ്കൂരി വരും, ദേവന്മാര് വരും, ബ്രഹ്മാവ് വരും, രുദ്രൻ വരും, ലക്ഷ്മി വരും, കിൻപുരുഷൻ, കിന്നരൻ, ഗന്ധർവൻ എന്ന് പറയുന്ന കുറെ ബാച്ചസ് പീപ്പിൾ കുറെ ഗ്ലോറിഫൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇദ്ദേഹത്തിന്റെ കോപം അടുക്കൽ തണുക്കണ ഭയങ്കരമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബ്രഹ്മാവ് പറയും, ആറുള്ളാരായിട്ട് ബ്രഹ്മാവിന്റെ ഉള്ളായിരുന്നു, ഹിരണ്യകശിപന്റെ മകൻ തന്നെയായിരുന്നു അല്ലെ ഉള്ളത്. ബ്രഹ്മാവ് എന്നിട്ട് പറയാണ്, മകനെ നിനക്ക് മാത്രമേ രക്ഷയുള്ളൂ. യു പ്ലീസ് ഗോ ആൻഡ് പാസിഫൈ ദിസ് നരസിംഹ. നരസിംഹ ഈസ് വെരി വെരി ആംഗ്രി. Nobody can pacify you. Only you can do it. You please go and do it, my child എന്ന് പറയുമ്പോ പ്രഹ്ലാദ് മഹാരാജ് പതുക്കെ അടുത്ത് വരും. അടുത്ത് വന്നാൽ പതുക്കെ പൂവയ്ക്കായിട്ട് വരും, മാലയിട്ട് വരും. മാലയൊക്കെ അണിയിച്ചു. നരസിംഹനെ കണ്ട ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിച്ച് എടുക്കും. കുറെ നാവോട് പുറന്നാക്കുക. ഇങ്ങനെയാണോ ഇപ്പൊ സിംഹക്കുട്ടികളെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ കാണിക്കുകയാണ്. ഭയങ്കരമായിട്ട് കുറെ ആടി ഭയങ്കര സന്തോഷമായി. ഹി വാസ് വെരി ഹാപ്പി. പക്ഷെ എന്നിട്ട് നരസിംഹ കുറെ പ്രേയേഴ്സ് ഉണ്ട്. ഈ പ്രേസ് ഗ്ലോറിഫൈസ് നരസിംഹദേവ് ഉണ്ട്. അപ്പൊ അതിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമുണ്ട്. 12 ഗുണങ്ങളുള്ള ബ്രാഹ്മണനായാലും ശരി, ഭഗവാനിൽ അനുരക്തിയില്ലെങ്കിൽ, ഭഗവാനോട് രാഗഭക്തിയില്ലെങ്കിൽ അയാള് ചണ്ടാളിനേക്കാൾ മോശമാണ് എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. അത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ പൊസിഷനായാലും ശരി, എത്ര വെൽ പ്രൊട്ടക്റ്റഡായാലും ശരി, അച്ഛൻ കുട്ടി അമ്മയും പ്രൊട്ടക്റ്റഡായാലും ശരി, കുട്ടിക്ക് എന്തും സംഭവിക്കാം. ഏറ്റവും വലിയ മെഡിസിൻ അവൈലബിൾ ആണ്, ഏറ്റവും വലിയ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും രോഗി രക്ഷപ്പെട്ടു എന്ന് വരില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ തൊട്ടടുത്ത് ചിലപ്പോൾ ബോട്ടുണ്ടാവും. പക്ഷെ ബോട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ നമുക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിയില്ല. അൺലെസ് കൃഷ്ണ ബിൽസ് ചെയ്യാണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് കൃഷ്ണനെ നമുക്ക് സറണ്ടർ ചെയ്യണം. എന്നിട്ട് അവസാനം പറയണം, ഹേ കൃഷ്ണ, somehow other I am always in your thought. തവ Veeragayana Machitta Mahatmya. I always immersed in your pastimes, always thinking about you. അതുകൊണ്ട് somehow other എനിക്ക് മെറ്റീരിയൽ വേൾഡോട് യാതൊരു പേടിയില്ല. നമുക്കാണ് പേടി, സംസാര സാഗരം വഴി നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ പ്രഹ്ലാദ് മഹാരാജ് പറയാണ്, എനിക്ക് എന്തോ പേടിയില്ല, എനിക്ക് യാതൊരു പേടിയില്ല. പക്ഷേ ഐ ആം വറീഡ് അബൌട്ട് ഓൾ ദോസ് പീപ്പിൾ. ഇത്രയും പാവങ്ങളായ ആൾക്കാര് സംസാര സാഗരത്തിൽ അലഞ്ഞുകൊണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടത് അറിയുന്ന ആൾക്കാര്, അവര് ഭഗവാനിക്ക് അവരുടെ കാര്യം ആര് നോക്കും? സ്വതയാ വൈഷ്ണവന്റെ ചിന്തയാണ്. വൈഷ്ണവൻ എന്താണ്? പരദുഃഖ ദുഃഖിയാണ് വൈഷ്ണവൻ. അപ്പൊ വൈഷ്ണവന്റെ ഫസ്റ്റ് വൈഷ്ണവായി ശില പ്രഹ്ലാദ് മഹാരാജ് പറയാണ്, ഇവരുടെ കാര്യം ആര് നോക്കും? ഈ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഇമേഴ്സ് ചെയ്യുന്ന ആൾക്കാർ, ഈ കർമ്മികളുടെ കാര്യങ്ങൾ ആര് നോക്കും? അവരെ രക്ഷപ്പെട്ട് മാത്രമേ എനിക്ക് രക്ഷപ്പെടേണ്ടുള്ളൂ. പക്ഷെ ചില മുനിമാരൊക്കെ ഉണ്ട്, മാന്യ ചില മുനിമാരുണ്ട്, സ്വന്തം വിമുക്തി മാത്രം. ദേ ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദെയർ സെൽഫ് റിയലൈസേഷൻ. അവരുടെ മുക്തി മാത്രം ആഗ്രഹിക്കുന്ന ചില ആൾക്കാര് സിറ്റീസ് എല്ലാം വിട്ട് വിജനമായ ഹിമാലയത്തിലോ മറ്റെവിടെയെല്ലാം പോയി നിന്നിട്ട് അവരവിടെ ഭയങ്കര തപസ് ചെയ്തിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്, ഇതെല്ലാം വിട്ടിട്ട് നമ്മുടെ സാധനം മാത്രം നോക്കിയാൽ പോരെ, വല്ല വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ വല്ല ഗുരുവായൂരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാമിലോ പോയിരുന്നിട്ട് സുഖമായിട്ട് ജപം ചെയ്താൽ മതി അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ഇന്ന് കുറെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ശാന്തി കിട്ടും അല്ലെ? പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര് വൈഷ്ണവരാവില്ല എന്നാണ് സിദ്ധാന്ത സ്വാമി ഗോസ്വാമി പറയണം. തുമേ കിസേര വൈഷ്ണവ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നീ വൈഷ്ണവനാണോ? നിർജ്ജലേര ഹരേ തവ ഹരിനാമ കൈതവ. ഒരു വെൻ യു ഗോയിങ് ടു വിജനമായ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഒരിക്കലും വൈഷ്ണവനാവാൻ പോകില്ല. ഭക്തന്മാര് രണ്ടുതരം ഭക്തന്മാരുണ്ട്. ഒന്ന് ഭജനാനന്ദി, ഒന്ന് ഗോഷ്ഠ്യാനന്ദി. യു നോ അബൌട്ട് ദാറ്റ്? The two types, Goshtyanandi and Bhajananandi. Bhajananandi is a devotee who is always interested in serving Krishna in an isolated place. He goes in Vrindavan, stays in a dham, does all kinds of bhajana. He is doing bhajana, he is taking role. But Goshtyanandi is a person who comes out of this Vrindavan and goes service of people, preaching. Our Vaishnava is a preacher. Vaishnava preacher ആണ്. Preacher ആകുമ്പോൾ അദ്ദേഹം അവരൊക്കെ ഭഗവത്ഗീത
ലാസ്റ്റ് ശ്ലോകം 18-ാമത്തെ 69-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, there is no other person more dearer to me than a person who is preaching for me. And there will not be a person who is more dearer to me than him. He is the most dearest to me. അല്ലാണ്ട് വൃന്ദാവനത്തിൽ ഭയങ്കര രാഗഭക്തിയിലെ ഭഗവാനെ സെർവ് ചെയ്യുന്ന പേഴ്സണൽ അസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് നമ്മള് ഓപ്പണായി പോയിട്ട് പ്രീച്ചിങ്, അതിനുവേണ്ടി സത്സംഗം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മള് പക്ഷെ എന്താ പ്രശ്നം, പ്രീച്ച് ചെയ്യുമ്പോൾ എന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത്രത്തോളം വി ആർ നോട്ട് ടോട്ടലി പെർഫെക്റ്റ് ഡിവോട്ടീസ് ലൈക്ക് ശില പ്രഭാത്. അപ്പൊ ശില പ്രഭാതനെ പറയുന്നത് നമ്മള് ഭഗവാന്റെ ഭക്തിയിലിരിക്കുമ്പോൾ നമ്മൾ സാത്വിക ഗുണത്തിലിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ പ്രീച്ചിങ് കഴിയുമ്പോൾ കുറെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് കുറെ ഡിവോട്ടീസ് ആയിട്ടൊക്കെ ഇന്റർമിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ രജോ ഗുണം പുറത്തേക്ക് വരും. രജോ ഗുണം പുറത്ത് വരുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നം വരുമ്പോൾ നമ്മൾ പേടിക്കുകയാണ്, ഇതൊന്നും വേണ്ടിയെന്നില്ല, എന്തിനാ ആവശ്യം എന്ന് ചോദിക്കും. പക്ഷെ വൈഷ്ണവൻ അങ്ങനെ ചിന്തിക്കരുത്. കാരണം മൂലയിൽ നിന്ന് മുക്കിൽ നിന്നിട്ട് നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരിക എന്നുള്ളൂ. പക്ഷെ നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ ഈ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വരും. പുറത്ത് വരുമ്പോൾ നമ്മൾ ഇറ്റ് ഹേർട്ട് സംടൈംസ്. ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ശരിയായ വൈഷ്ണവൻ അത് ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ദാറ്റ് വി ആർ ഡൺ ദിസ് റോങ് തിങ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വി ഓവർകം ദാറ്റ്. നമ്മൾ എന്നിട്ട് വി വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻ ടു ദ ഡിവോഷണൽ സർവീസ് ആകുമ്പോൾ ഈ പറയുന്ന അനർത്ഥങ്ങൾ തന്നെത്താനിലാക്കണം. കർമാണി നിർദഹരി കിന്തുച്ച ഭക്തി ഭാജാം എന്ന് പറയുന്നത്. സോ നമ്മുടെ കർമ്മങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ സേവ ചെയ്തേ മതിയാകും. സേവ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിന്ന് തന്നെ സേവ ചെയ്യാം. വീട്ടിലൊട്ട് ഇരുന്നിട്ട് സേവ ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ദ ട്രെയിനിങ് സെന്റർ നാമഹാട്ട എന്നുള്ളത് ഇറ്റ്സ് എ ട്രെയിനിങ് സെന്റർ ഫോർ ഈ പറയുന്ന പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞ ഈ പറയുന്ന പതിതാണ് ഈ കർമ്മത്തിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് നാമാട്ട. അപ്പൊ നാമാട്ടയിൽ നിന്ന് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറേയധികം മില്യൺസ് ആൻഡ് തൗസൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. അപ്പൊ അതിനിടെ നമുക്ക് ഒരു കഷ്ടപ്പാട് നമ്മൾ സഹിച്ചാലും ശരി, ഓക്കെ ദിസ് ഹാപ്പൻസ്. ബട്ട് വെൻ യു ആർ ഇന്റലിജന്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേർ വി ഹാവ് മെയ്ഡ് മിസ്റ്റേക്സ്. അപ്പൊ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ മിസ്റ്റേക്സ് ഓവർകം ദാറ്റ് ആൻഡ് ദെൻ ടോട്ടലി ഇൻ ടു ദ ഡിവോഷണൽ സർവീസ്. സേവ മാത്രം ചെയ്യുക, അതാണ് ഉത്തമനായ വൈഷ്ണവൻ. ആൻഡ് ശില പ്രഹ്ലാദ് മഹാരാജ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ വൈഷ്ണവാസ്. ശില പ്രഹ്ലാദ് മഹാരാജ് ഹി ജയ്. ശ്രീ നരസിംഹദേവ് ഭഗവാൻ ഹി. ശ്രീ നരസിംഹദേവ് മഹാമഹോത്സവ ഹി. പൂർണ്ണാനന്ദേ.